ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പെന്തക്കോസ്ത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് അതുപോലെ ഇന്ന് അതിനിടയിൽ നടക്കുന്ന സഭാരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മളൊരു മെസ്സേജ് തയ്യാറാക്കിയിരുന്നു. ആ മെസ്സേജ് പിന്നത്തേതിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അന്ന് നമ്മൾ സംസാരിച്ച ആ മെസ്സേജിന്റെ തുടർച്ചയെന്നോണം പൊതുവായി പറഞ്ഞ കുറെ കാര്യങ്ങളാണ് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഇന്നത്തെ സഭാരാഷ്ട്രീയവും അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന വിശ്വാസ സത്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വന്നതിന് ശേഷം കൂടി വന്നിരുന്ന സഹോദരങ്ങളുടെ നടുവിൽ പൊതുവായി പറഞ്ഞ കാര്യങ്ങളാണ് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക പാസേജിനെ മുൻനിർത്തിക്കൊണ്ടോ ഒരു കുറിവാക്യം വായിച്ചുകൊണ്ടോ ഒന്നും സംസാരിച്ച ഒരു പ്രസംഗമല്ല ഇതിനകത്തുള്ളത്. തുടർന്ന് ആത്മാവിന്റെ നടത്തിപ്പ് പോലെ സഹോദരങ്ങളുമായിട്ട് ഹൃദയം തുറന്ന് സംസാരിച്ച പല കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ വീഡിയോയുടെ കണ്ടന്റിന് 2-3 ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. പല കാര്യങ്ങളാണ് സംസാരിച്ചത്. ഈ വീഡിയോ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പാകത്തിന് അടുക്കും ചിട്ടിയോടും കൂടിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ പറയായിരുന്നു അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ ആ ചിന്തകള് ഒരുപക്ഷെ മറ്റു പലർക്കും പ്രയോജനപ്പെടും എന്ന ഒരു സജഷൻ വന്നതുകൊണ്ട് നമ്മൾ അത്രയും ഭാഗം മാത്രം ഇങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അത് നിങ്ങളോടുമുള്ള ഒരു ദൂതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ ജീവിതത്തിൽ ക്രമീകരണം വരുത്തേണ്ട ഭാഗങ്ങൾ ക്രമീകരണം വരുത്തുക. അതായത് ഒരു ശുശ്രൂഷകന്റെ ഉള്ളിൽ വരുന്ന ചിന്തകളാണ് പങ്കുവെച്ചത്. അതിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ ഇവിടെ അടുത്ത് തിമത്തിയോസിനൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് തന്റെ ശുശ്രൂഷയില് സുവിശേഷം പറഞ്ഞ അനേകരെ വിശ്വാസ വഴിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകാം ശുശ്രൂഷകര്. എന്നാൽ അതിന്റെ നടുവിൽ നിന്ന് തിമത്തിയോസ്മാര്, തീത്തോസ്മാര്, അതുപോലെ ഫേബ എവിടെ, പെർസീസ് എവിടെ, അക്കില്ല എവിടെ, പ്രിസ്കില്ല എവിടെ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ ഈ കാലഘട്ടത്തില് ശിഷ്യത്വത്തിലേക്ക് അനേകര് കടന്നു വരുന്നില്ല. വിശ്വാസ വഴിയിലേക്ക് വരുന്നുണ്ടെങ്കിലും അവരിൽ ബഹുഭൂരിപക്ഷം പേരും ആ ശിഷ്യത്വത്തിന്റെ വഴിയിലേക്ക്, അനുദിന ക്രൂശ് എടുക്കുന്ന അനുഭവത്തിലേക്ക്, നുകത്തിൻ കീഴിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവത്തിലേക്കൊന്നും വരുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് ആ ഒരു ആത്മവേദനയോടുകൂടി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇടയ്ക്ക് അതിനകത്തുള്ളത്. പിന്നീട് പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധവുമായി ബന്ധപ്പെട്ട പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സമയങ്ങൾ വിലപ്പെട്ടതാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് മുന്നമേ തന്നെ ഈ കാര്യം പറയുന്നത്. സാധാരണ ഒരു ഫോർമാറ്റിൽ പ്രസംഗിച്ച ഒരു പ്രസംഗമേ അല്ല ഇത് വേറിട്ട ചിന്തകളെ ഒരുമിച്ച് യോജിപ്പിച്ച് നിങ്ങളുടെ മുമ്പാകെ ഒന്ന് അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളത് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അതൊരു അനുഗ്രഹമായി തീരും എന്നുള്ളത് കൊണ്ട് ഞങ്ങളിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. ഒത്തിരി ചെറുപ്പക്കാരായ പിള്ളേര് ഈ സോഷ്യൽ മീഡിയയില് ഈ കടന്നു വരുന്ന കാര്യങ്ങളൊക്കെ കണ്ട് നിരാശപ്പെടുന്നുണ്ട്. അവരെല്ലാവരും ഇത് വിളിച്ചുപോയി നടക്കുന്നില്ല. ചിലര് മാത്രം അതിൻ്റെ ഒരു ചെറിയ സൂചനയാണ് ഈ പുറത്തേക്ക് വരുന്നത്. 1-2 സെന്റൻസ് ഒക്കെയാണ് വരുന്നതെങ്കിലും അതൊക്കെ ചില സൂചനകളാണ്. അകത്ത് കുമിഞ്ഞുകൂടി കിടക്കുന്ന അവരുടെ ആ ഫ്രസ്ട്രേഷൻ അതങ്ങനെ പുറത്തേക്ക് വരികയാണ്. ചെറിയ തോതിൽ വരുന്നതേ ഉള്ളൂ അല്ലേ? ഒരു സമയത്ത് യാക്കോബായ ഓർത്തഡോക്സ് സമൂഹത്തിലെ വലിയ യുദ്ധങ്ങൾ, മല്ലയുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് ചെറുപ്പക്കാരായവർ ഒരു കൂട്ടം ആൾക്കാർ അവരുടെ ഓർഗനൈസേഷന് വേണ്ടി അവർ വാദിക്കുകയും ബലം പിടിച്ച് അതിനുവേണ്ടി ഓടുന്ന കണ്ടിട്ടുണ്ട്. എന്നാൽ മറ്റൊരു കൂട്ടം യങ്സ്റ്റേഴ്സ് അവരുടെ ഇടയിൽ നിരാശപ്പെട്ടു പോയിട്ടുണ്ട്. ആ സമയത്ത് മറ്റൊരു കൂട്ടം ആൾക്കാർ നിരാശപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. കാരണം അവർക്ക് മറ്റു മനുഷ്യരുടെ മുമ്പാകെ ഞാനൊരു ഓർത്തഡോക്സുകാരനാണ്, ഞാനൊരു യാക്കോബായക്കാരനാണെന്ന് പറയാനായിട്ട് ലജ്ജ തോന്നുമാറ് ആ രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഉള്ളിൽ, അതായത് എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ വരുന്ന സ്വാഭാവികമായ ഒരു കാര്യമാണത്. നമ്മുടെ ഇടയിലൊക്കെയുള്ള യൗവനക്കാർക്ക് അങ്ങനത്തെ ചിന്ത വരാം, സഹോദരിമാർക്ക് അങ്ങനത്തെ ചിന്ത വരാം, പ്രായമുള്ളവർക്കും വരാം, എല്ലാവർക്കും വരാം. അപ്പോൾ ഒരു പക്ഷെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അവരെ ഒന്ന് തട്ടി ഉണർത്താനായിട്ട് പര്യാപ്തമാണ്. ഈ കൊടുങ്കാറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ കൂളായിട്ടല്ലേ പറഞ്ഞത്. അതൊക്കെ ഇടതുവശത്തോടെയും വലതുവശത്തോടെയും പോകും, നമ്മൾ കൂളായിട്ട് മുൻപോട്ടും പോകും. നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മൾ ഏതെങ്കിലും പള്ളിനെയോ പട്ടക്കാരനെയോ പാസ്റ്ററെയോ കണ്ടിട്ട് ഇറങ്ങി തിരിച്ചവരാണോ? നമ്മൾ ഒരുവനെ കണ്ടിറങ്ങിയവരല്ലേ. മുൻപോട്ടുള്ള യാത്രയിൽ ആ ക്രൂശയെ നോക്കിയല്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത്. ക്രൂശയെ നോക്കി യാത്ര ചെയ്യാൻ ഇറങ്ങി തിരിച്ച് നമ്മുടെ ഇരു സൈഡിലും പലതും സംഭവിക്കും.
ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തു നോക്കിയേ, അവൻ യുദ്ധമുഖത്താണ്. അങ്ങനെ യുദ്ധമുഖത്ത് പൊരിഞ്ഞ പോരാട്ടം നമ്മൾ പറയുമല്ലോ, സ്ട്രോങ് ഫൈറ്റാണ് നടക്കുന്നത്, പൊരിഞ്ഞ പോരാട്ടം. അങ്ങനെ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന സമയത്ത് അവരുടെ ബറ്റാലിയനിലുള്ള ഒത്തിരി പട്ടാളക്കാർ ഇടതും വലതും ഒക്കെ മരിച്ചു വീഴുകയാണ്, വെടികൊണ്ട് വീഴുകയാണ്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്. മരിച്ചു കിടക്കാന്ന് പറഞ്ഞാൽ ശവമായി കിടക്കുകയാണ്. അപ്പൊ അതിന്റെ നടുവിൽ വെടി നമ്മുടെ മേൽ കൊണ്ടേട്ടില്ല അല്ലേ? അതിന്റെ നടുവിൽ നിൽക്കുന്ന പട്ടാളക്കാരന്റെ മേൽ വെടി ഇതുവരെ കൊണ്ടേട്ടില്ല. അവൻ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഇടതും വലതും ഇത്രയും പേര് ചത്തു വീണു, ഇനി അവസാനം ഞാൻ ഒരുത്താൻ മാത്രമാണ് ഈ ബറ്റാലിയനിൽ മിച്ചമുള്ളൂ, ഞാൻ എന്ത് ചെയ്യണം? ഓടി രക്ഷപ്പെട്ടേക്കാം. അങ്ങനെ ഒരു പട്ടാളക്കാരൻ ചിന്തിക്കുവോ സഹോദരങ്ങളെ? ഒരു പട്ടാളക്കാരൻ അങ്ങനെ ചിന്തിക്കുവോ? അവന്റെ അവസാന ശ്വാസം വരെ അവൻ പൊരുതി നിൽക്കും. അതാണ് പട്ടാളക്കാരെന്ന് പറയുന്നത്, അതാണ് ആർമി. അതുകൊണ്ട് സഭയെ ഒരു ആർമിയോടാണ് ചിത്രീകരിക്കുന്നത്, ഒരു സൈന്യത്തോടാണ് സഭയെ ചിത്രീകരിക്കുന്നത്. അവസാന ശ്വാസം വരെ പൊരുതുന്നവരുടെ സംഘമാണ് ആർമി എന്ന് പറയുന്നത്. അതുപോലെയാണ് ദൈവസഭ. അവര് ശത്രുവിന് കീഴടങ്ങില്ലെന്നേ, ഒന്നിനാലും ഞങ്ങൾ കീഴടങ്ങില്ല. ശത്രു കൺമോഹം കൊണ്ടുവരും, അതേ വീണില്ലെങ്കിൽ ജഡമോഹം, അതേ വീണില്ലെങ്കിൽ ജീവനപ്രതാപം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ സാധനങ്ങള് നമ്മുടെ മുമ്പിൽ ഡംപ് ചെയ്യും, എല്ലാം ഡംപ് ചെയ്യും. അപ്പൊ അതിലൊക്കെ സാധാരണ ആളുകൾ കയറി കൊത്തും. അപ്പൊ അതിലൊന്നും കയറി പിടിക്കാതെ, അതിലൊന്നും കയറി പിടിക്കാതെ, അത് മൈൻഡ് ചെയ്യാതെ കൂളായിട്ട് മുൻപോട്ട് പോകേണ്ടതുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ ചലഞ്ചസ് ഉണ്ട് സഹോദരങ്ങളെ, വെല്ലുവിളികളുണ്ട്. ഈസി വാക്കോർ ഇല്ല ഇവിടെ. രക്ഷ എന്ന് പറയുന്നത് കൃപയാലാണ്, നമ്മുടെ എഫേർട്ടൊന്നും അവിടെ ഇല്ല. അപ്പൊ തുടർന്നുള്ള കാര്യത്തിൽ എഫേർട്ടുണ്ടോ? എഫേർട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടർന്നുള്ള ലൈഫും സമർപ്പിത ജീവിതമല്ലേ, നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ആ സമർപ്പണത്തിലാണ്. അപ്പോൾ തന്നെ വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്നല്ലേ എഴുതിയിരിക്കുന്നത്. വിശ്വാസത്തിന് വേണ്ടി പോരാടണം, പ്രാർത്ഥനയിൽ പോരാടണമെന്നാണ് വേറൊരു ഭാഗത്ത് കാണുന്നത്. വിശ്വാസത്തിന് വേണ്ടി പോരാടി നിൽക്കണം, പ്രാർത്ഥനയിൽ പോരാടണം. അങ്ങനെ പല കാര്യത്തിലും നമ്മളൊരു പോരാട്ട ലോകത്താണ് അല്ലേ? നമ്മൾ നിശബ്ദമായി എടുക്കുന്ന ചില തീരുമാനങ്ങൾ പോലും ഒരു പോരാട്ടമാണ്. ഞാൻ ഇന്ന കാര്യം ചെയ്യില്ല, എന്റെ കഴുത്ത് ഞാൻ വെച്ച് തരില്ല എന്ന് ഞാനൊന്നും വിളിച്ചൊന്നും പറയുന്നില്ല. ഞാൻ ആ തീരുമാനത്തിലേക്ക് എത്തി. പിന്നെ ഞാൻ ശാന്തമായി നിൽക്കുന്ന ആ ഒരു നിൽപ്പ് മറ്റുള്ളവരെ സംബന്ധിച്ച് അവർ നോക്കുമ്പോൾ ഇവൾ അല്ലെങ്കിൽ ഇവൻ നമ്മോട് പോരാടുകയാണല്ലോ, ഇവൻ എന്താണ് ഈ വിഷയത്തിന് ചുമൽ തരാത്തത്, അല്ലെങ്കിൽ ഇവൻ എന്താണ് ഈ കാര്യം അക്സെപ്റ്റ് ചെയ്യാത്തത് എന്ന് അവർ ചിന്തിച്ചോട്ടെ. നമ്മൾ കഴുത്ത് വെച്ച് കൊടുക്കില്ലെന്ന്. നമ്മൾ ആ നിൽക്കുന്ന നിൽപ്പിൽ ഉറച്ചു നിൽക്കും. ആ നിൽപ്പ് തന്നെ ഒരു പോരാട്ടമാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ഇത് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സീരിയസ് ആയ കാര്യങ്ങളാണ് പറയുന്നത്, കുഞ്ഞു കാര്യങ്ങളൊന്നുമല്ല, ഗൗരവമായ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ ചില കോണുകളിൽ നിന്ന് ആളുകൾ പറഞ്ഞു മനസ്സിലാകുന്നില്ലെന്നാണ് പറയുന്നത്. വലിയ പാടാ മനസ്സിലാകണമെങ്കിൽ നിരന്തരമായി ഈ റൂട്ടിൽ സഞ്ചരിക്കണം, വചനത്തിൽ രസിക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം, വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മ. അങ്ങനെ ആ ഒരു രീതി തന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ വചനത്തിൽ വളരുന്നത്. അല്ലാതെ പെട്ടെന്ന് ഈ ബ്രോയിലർ കോഴിയുടെ കൂട്ട് സ്വിച്ച് ഇടുന്ന പോലെ ഒരു ഹോർമോൺ കുത്തിവെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഉയർത്ത് ചിക്കനായിട്ട് മാറുന്ന ആ ഒരു പരിപാടി ഇവിടെ നടക്കില്ല. ഇവിടെ ശാന്തമായിട്ട് സ്വർഗമൊരുക്കിയ വഴിയിലൂടെ നമ്മൾ നടന്നു വരുമ്പോൾ അതതിൻ്റെ സമയത്ത് ഒരു എന്താ പറയുക, വളർച്ചയുടെ ഒരു രീതി ഉണ്ടല്ലോ. ഒറ്റ ദിവസം കൊണ്ട് കൈ മാത്രം വളർന്നു വരുന്നു, കൊച്ചിൻ്റെ കൈ മാത്രം വളർന്നു വരുന്നു, കാല് പിന്നെ അടുത്ത മാസം വളരുന്നു. അങ്ങനെയല്ലല്ലോ, ഇത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടല്ലേ വളരേണ്ടത്. കൈയും കാലും എല്ലാം വളരേണ്ടത് ആ ഒരു രീതിയിലല്ലേ വളരേണ്ടത്. അങ്ങനെ നമ്മൾ വളർച്ച പ്രാപിക്കണം. അല്ല, ഇപ്പം ഇത് പറയുന്നത് എവിടെയാ? വർഷാവസാനമാണ്, ഡിസംബർ മാസത്തിലായി പറയുന്നത്. വളർച്ച പ്രാപിക്കണ്ടേ? നിങ്ങൾ മാത്രം വളർച്ച പ്രാപിച്ചാൽ മതി, നിങ്ങളുടെ മക്കളൊന്നും വളർച്ച പ്രാപിക്കണ്ടേ? അത്ഭുതം തന്നെയാണ്. പല സ്ഥലത്തും പലരും പറയുന്നത് സജിപ്പാസ് നല്ല പ്രസംഗമായിരുന്നു കേട്ടോന്നാണ് പറയുന്നത്. പുതിയ അറിവുകളാണ് പറയുന്നത്. കൊച്ചമ്മ മോൾ ഇതൊക്കെ കേൾക്കാറുണ്ട്. അയ്യോ, മോൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല പാസ്റ്ററെ. അതിന് ഇച്ചിരി ഒന്ന് വിളമ്പി വെച്ച് നോക്കാൻ മേലായിരുന്നു, അവള് തൊട്ട് കൂട്ടുമെന്നൊന്ന് നോക്കാൻ മേലായിരുന്നു. അവളെ ശല്യം ചെയ്യേണ്ട, അവള് PGക്ക് പഠിക്കുകയല്ലേ.
ഓഹോ, അവൾ PGക്കാണ് ഇപ്പോൾ, PG പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ മോൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഏനക്കേട് വരുമെന്ന് തള്ളക്ക് പേടി. ഞാൻ പറഞ്ഞ ചുമ്മാ ഒന്ന് തൊട്ടുകൂട്ടാൻ കൊടുക്കാനാ. തൊട്ടുകൂട്ടുന്ന വേറെ സൈസ് ആൾക്കാരാ കേട്ടോ, ആ തൊട്ടുകൂട്ടലല്ല. നമ്മൾ ഈ ചമ്മന്തി, അച്ചാറ് അതൊക്കെ ചോറുണ്ടെന്ന പോലെ വാരി അങ്ങനെയല്ലല്ലോ കഴിക്കുന്നത്. അതൊക്കെ ചുമ്മാ തൊട്ടുകൂട്ടുമല്ലേ, അങ്ങനെയല്ലേ അതിൻ്റെ ഒരു രീതി. അതുപോലെ ഇത് കൊടുത്തു നോക്കുക. അവൾ കൊത്തുമെന്ന് നമുക്ക് നോക്കാം. കണ്ടിട്ടല്ലേ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്, കോഴി കൊത്തുമെന്ന് നോക്കൂലേ, അതുപോലെ ഈ സുന്ദരിയുടെ മുമ്പിലൊന്ന് ഇട്ട് കൊടുത്ത് നോക്ക്. സുന്ദരി പിടിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാന്നേ. അല്ലെങ്കിൽ ആ സുന്ദരൻ്റെ മുമ്പിലൊന്ന് ഇട്ട് കൊടുക്ക്. മീശയൊക്കെ മുളച്ചു വരുന്ന ആ സുന്ദരൻ്റെ മുമ്പിൽ. അവർ ജെൻസിയാണെന്നാണ് പറയുന്നത്, ജെൻസി. ഞാൻ ഈ അടുത്ത കാലത്താണ് ഇങ്ങനത്തെ വാക്കുകളൊക്കെ കേട്ടു തുടങ്ങിയത്. നേപ്പാളിലെ ആ ഒരു വലിയ കലാപ സമയത്താണ് ജെൻസിയെ കുറിച്ച് കൂടുതൽ കേട്ടു തുടങ്ങിയത്. ചെറുതായിട്ടൊക്കെ കേട്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ജെൻസിക്ക് നമ്മൾ പറയുന്നത് പിടിക്കില്ലെന്നാണ് പറയുന്നത്. കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നത്. പാസ്റ്ററുടെ പ്രസംഗം ജെൻസിക്ക് പറ്റില്ലെന്ന്. ജാൻസി അല്ല, ജെൻസിക്ക്. എൻ്റെ കർത്താവ്. അപ്പോൾ പൗലോസൊക്കെ പ്രസംഗിക്കുകയാണെങ്കിൽ ജെൻസി പൗലോസിനെ അടിച്ച് ഓടിക്കില്ലേ? അവനാൽ ഞാൻ ലോകത്തിന്, ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജെൻസി സമ്മതിക്കില്ലെന്ന്. എന്താ കാലം പോയ പോക്കെ. ബൈബിൾ വരെ തിരുത്തേണ്ട വന്നിരിക്കുക ജെൻസിയുടെ മുമ്പിൽ. വലിയ പാടാ. ബൈബിൾ തിരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. ജെൻസി നീ തിരുത്തിയാൽ തീക്കുണ്ടത്തിനകത്തേക്ക് പോകാതിരിക്കും. ജെൻസിയുടെ അമ്മയോടും കൂടെ ഞാൻ പറയുന്നത്. ജെൻസിയുടെ അമ്മമാരുണ്ടല്ലോ, ജെൻസിയുടെ അമ്മമാരോടും കൂടിയാണ് പറയുന്നത്. അമ്മമാർക്ക് പിന്നെ ഇതിനകത്തൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അവരിങ്ങനെ പോകുന്നു വരുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസത്തെ ഞാനിപ്പോൾ കയറാൻ കേട്ടോ, മെസ്സേജിലേക്ക് ഇപ്പോൾ കയറാൻ ഒരു ഇച്ചിരിയോടെ 1-2 വാക്കുകളാണെന്ന് പറഞ്ഞേക്കട്ടെ. കഴിഞ്ഞ ദിവസത്തെ നമ്മൾ മെസ്സേജ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരൻ്റെ ഭാര്യ, അവളുടെ പുണ്യവാളെന്ന് പറയുന്ന ഈ അഞ്ചലുള്ളൊരു ചങ്ങാതിയുണ്ട്, ഒരു ദാരു എന്ന് പറയുന്നത്, ദാരു. അപ്പോൾ പുള്ളിക്കാരൻ്റെ പ്രസംഗത്തിലാണ് ഈ പുള്ളിക്കാരി ഫ്യൂവൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരിയുടെ മുൻപോട്ട് പോകാൻ ഫ്യൂവൽ വേണമല്ലോ, എണ്ണ വേണമല്ലോ. അപ്പോൾ എണ്ണ അടിക്കുന്നത് ആ പുള്ളിയുടെ പമ്പിൽ നിന്നാണ്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് പ്രസംഗിച്ച് വന്നപ്പോൾ അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തോ പറഞ്ഞു. പെട്ടെന്ന് പുള്ളിക്കാരി കോപിച്ചു എന്നാണ് പറയുന്നത്. ഇനി മേലാൽ ഇയാളുടെ പ്രസംഗം ഇവിടെ കേൾക്കുകയും വേണ്ട, ഒന്നും വേണ്ടെന്ന്. കാരണം അവിടെ വീട്ടിൽ ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ തെറ്റായ വഴികളാണ്, നമ്മൾ പ്രമാണമുള്ളവരാണ്, സമർപ്പിതരാണ് എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല. സജി പാസ്റ്റർ മുഖാന്തരം എവിടെയെല്ലാം കുടുംബകലം ഉണ്ടാകുന്നതെന്നറിയാമോ? വേറെ ഒരു പാസ്റ്റർമാരുടെയും പ്രസംഗത്തിലും ശുശ്രൂഷയിലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒരുത്തൻ മൂലം പല സ്ഥലത്തും കുടുംബകലം ഉണ്ടാകുക. അപ്പം ഞാൻ ഒരു ഇൻഡയറക്റ്റ് മെസ്സേജ് ആ സഹോദരന് കൊടുത്തു. മിസ്റ്റർ, താങ്കൾ ഭാര്യ അനുസരിച്ച് ജീവിക്കേണ്ടവനാണ്. കുടുംബം കലക്കി സജിപ്പാസിൻ്റെ പ്രസംഗം കേട്ട് സ്വർഗത്തിൽ പോയിട്ട് എന്ത് കാര്യം? നീ കുടുംബം കലക്കാതിരിക്കണമെങ്കിൽ നിന്റെ ഭാര്യ നീ അനുസരിക്കാദ്യം, അവളുടെ വാക്കുകളെ കേൾക്ക്. നീ ചുമ്മാ തലയണ മന്ത്രമല്ല, അല്ലാതെ അവൾ പറയുന്ന കേൾക്ക്, ഏറ്റെടുക്ക്. ഇനി മേലാൽ ഈ പ്രസംഗം കേൾക്കാൻ വന്നേക്കരുതെന്ന് പറഞ്ഞ്. കഴിഞ്ഞ ദിവസം പുള്ളി വന്നില്ല. അപ്പോൾ എൻ്റെ വാക്കുകൾ പുള്ളി ഏറ്റെടുത്തു. ഭാര്യ അനുസരിച്ച് വിശ്വസ്തനായി ശാന്തമായി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ കലഹങ്ങളുണ്ടാകുമോ? ഇത് പറയാണ് നിത്യതയാണ്, ഇതാണ്, ക്രിസ്തുവിനോട് പറ്റിച്ചേരണം, ക്രൂശെടുക്കണം, അതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവം പിടിച്ച സഹോദരിക്ക് ഇതൊന്നും മനസ്സിലാകില്ല. അവരെ അടിച്ചേൽപ്പിക്കാൻ നോക്കിയ കാര്യം നടക്കുമോ? അപ്പോൾ ഇവിടെ ആരെങ്കിലും അങ്ങനെയൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഭാര്യമാരെ അനുസരിക്കുക. അങ്ങനെ വചനത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ മതി. ആരോഗ്യത്തോടെ എന്ന് പറഞ്ഞാൽ ഭാര്യ വെട്ടുകത്തി എടുത്ത് വെട്ടു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. സമാധാനമായിട്ട് ജീവിക്കട്ടെ സഹോദരങ്ങളെ. അപ്പോൾ അത് കഴിഞ്ഞ് നിത്യതയൊക്കെ പിന്നെയല്ലേ. നിങ്ങൾ ഭാര്യ അനുസരിച്ച് ഭാര്യയുടെ ഇഷ്ടത്തിന് പോവുക തൽക്കാലം. അപ്പോൾ അത് പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് വിട്ടേക്കാം. അയ്യോ, അതിന് വിശദീകരണമില്ലേ? എന്നാ വിശദീകരണം? കാലം നോക്കിയാൽ ഉപദേഷ്ടാവാകേണ്ട പാർട്ടികളോട് ഞാനിനി എന്നാ ഉപദേശിക്കാനാ? ഇന്നലെ രാവിലെ വന്ന ആളാണെങ്കിൽ ആ വ്യക്തിയോട് എനിക്കൊരു വിശദീകരണം കൊടുക്കാം. കഴിഞ്ഞ മാസം വന്നതാണെങ്കിൽ ഒരു വിശദീകരണം കൊടുക്കാം. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മാർഗത്തിൽ വന്ന ആളുകളോട് ഇനി എന്ത് വിശദീകരണമാണ്? നിങ്ങൾക്ക് കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ഷിജു പാസ്റ്ററിനോട് ചോദിക്കുക, അല്ലെങ്കിൽ എബിയോട് ചോദിക്കുക. അവർ പിന്നീട് അതിൻ്റെ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് തരും, ഭാര്യ അനുസരിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വേറെ പാസ്റ്റർമാരുണ്ട്, അവരോടൊക്കെ പോയി ചോദിച്ചോ. ഇവരോട് രണ്ടുപേരോടും ചോദിക്കണമെന്നില്ല. വമ്പൻ പാസ്റ്റർമാരുണ്ടല്ലോ ഭൂമിയിൽ.
അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഞാനായിട്ട് കുഴപ്പങ്ങളുണ്ടാക്കി എന്ന് ആരും നാളെ പറയരുത്. എനിക്ക് ശൈലി മാറ്റാൻ പറ്റില്ല. എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ഞാൻ പ്രസംഗിക്കൂ. ഒരു കടുകിട മാറാനായിട്ട് കൂട്ടാക്കില്ല. കടുകിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് കൂട്ടാക്കില്ല. എന്നെ മാറിയ പുള്ളികളാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ കിടന്ന് ഉന്തും തള്ളും നടത്തുന്നത്. മക്കൾക്ക് വേണ്ടി ജീവിച്ച പാസ്റ്റർമാരാണ് അവരെല്ലാം. ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ച പാസ്റ്റർമാരാണ്. ആ പുള്ളിക്കാരികൾ ആഴ്ചയിൽ പുതിയ പുതിയ ചുരിദാർ ചോദിക്കുമ്പോൾ വചനത്തിൽ വെള്ളം ചേർത്തുകൊണ്ടാണ് അവർ ചുരിദാർ മേടിക്കുന്നത്. സർക്കാർ ജീവനക്കാരെങ്ങനെയാണ് ഭാര്യയ്ക്ക് 5000-ൻ്റെയും 4000-ൻ്റെയും ചുരിദാർ മേടിക്കുന്നത്? അവർ കൈക്കൂലി വാങ്ങും. അതായത് വിശ്വസ്തയോടെ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷെ കൈക്കൂലി വാങ്ങാതെ ഇവർക്ക് എങ്ങനെയാ ആഴ്ചയിൽ മേടിച്ചു കൊടുക്കുന്നത്? മോന് അതായത് ഇല്ലാത്ത പൈസ മുടക്കി അമേരിക്കയിലും UK-യിലും US-ലോ എവിടെയൊക്കെയോ വിട്ട് പഠിപ്പിക്കണം മക്കളെ. അപ്പോൾ സർക്കാർ ജീവനക്കാരൻ എന്ത് ചെയ്യും? കൈക്കൂലി വാങ്ങും. അതുപോലെ തന്നെയാണ് പാസ്റ്റർമാരെന്ന് പറയുന്ന ആൾക്കാരും. അവിടെയുള്ളിൽ മോഹം ഗർഭം ധരിപ്പിക്കുന്ന ആരാ? ഭാര്യ. എല്ലാ കാര്യത്തിലും അങ്ങനെ അല്ല കേട്ടോ. ഞാൻ ചില പർട്ടിക്കുലർ കേസ് വെച്ച് പറഞ്ഞതാണ്. ഇതൊരു ജനറൽ മെസ്സേജാണ്. ഞാനിത് പബ്ലിക്കിലേക്കൊന്നും വിടുന്ന കാര്യമല്ല. നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അയ്യോ എല്ലാത്തിനും ഭാര്യയാണോ കുറ്റപ്പെടുത്തുന്നതെന്ന്. ചില ഭാര്യമാരെ മാത്രം വെച്ചിട്ട് പറഞ്ഞതാ. അതായത് ലീഡർഷിപ്പിൽ ഇരിക്കുന്ന കുറേ ഭാര്യമാരെ എനിക്കറിയാം. അവരെ മാത്രം വെച്ചിട്ട് എത്രയോ തങ്കപ്പെട്ട സഹോദരിമാർ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന വിശ്വസ്തരായവരുണ്ട്. അവരെയൊന്നും മറന്നിട്ടല്ല കേട്ടോ ഞാനീ പറഞ്ഞത്. അവരെയൊന്നും മറന്നിട്ടല്ല പറഞ്ഞത്. അല്ലാത്ത പുള്ളിക്കാരികൾ ഇവരുടെ ശുശ്രൂഷ തകർത്ത് കളയുന്ന കാര്യമാണ് പറയുന്നത്. ശുശ്രൂഷ മാത്രമോ, നിത്യത വരെ പോവല്ലേ, വെള്ളത്തിലാകുകയല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? പ്രസംഗത്തിലൊക്കെ കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ ഇവർ പ്രസംഗത്തിൽ കോംപ്രമൈസ് ചെയ്യും. പെട്ടെന്ന് ആർക്കും മനസ്സിലാകില്ല. ഘട്ടം ഘട്ടമായിട്ട് കോംപ്രമൈസ് ചെയ്ത് അതായത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാലൊന്ന് മുട്ടിച്ചു നോക്കുമല്ലോ, ഒരു ചെറിയ തണുപ്പ് കിട്ടും. പിന്നെ ഒരു ഇച്ചിരിയും കൂടെ ഇറങ്ങും. പിന്നെ അങ്ങ് ഇറങ്ങുമ്പോൾ താഴേക്ക് ഇറങ്ങും, മുട്ടോളം വരും. പിന്നെ മുണ്ടൊക്കെ ഇച്ചിരി പൊക്കി കുത്തും. അങ്ങനെ അങ്ങ് താഴേക്ക് അങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ വലിയ തണുപ്പൊന്നും തോന്നൂല. പിന്നെ വല്ല തണുപ്പുണ്ടോ? പിന്നെ അങ്ങ് നീന്തി കളിക്കും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ വചനം തെറ്റിച്ച് പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ തുടക്കത്തിലൊരു ചഞ്ചലിപ്പുണ്ടാവും. ആ കാലങ്ങ് വെക്കുമ്പോഴത്തേക്കൊരു ഒരു നടുക്കം ഉണ്ടാകാറില്ലേ? അത് തുടക്കത്തിലുണ്ടാവും. അതെല്ലാ പാസ്റ്റർമാർക്കും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അങ്ങ് ഉറച്ച് കാല് വെച്ച് അങ്ങ് ഇറങ്ങി പോകുമ്പോൾ പിന്നെ തണുപ്പില്ല. മൊത്തം തണുപ്പ് ഇങ്ങനെ അങ്ങ് മുകളിലേക്ക് കയറി തലമണ്ട വരെ തണുപ്പ് കയറും അല്ലേ? പെരുവിരലേന്ന് തണുപ്പ് ഇങ്ങനെ കാലേക്കടെ കയറി താഴേന്നാണ് കയറി വരുന്നത്. സാധാരണ അങ്ങനെയാണ്. നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണോ? തലേന്ന് താഴേക്കാണോ പോകാറ്? ഇത് താഴേന്ന് ഇങ്ങനെ കയറി വന്ന് മൊത്തം മരച്ചു പോകും തണുത്ത്. അപ്പം മരച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ നമുക്ക് നീന്താം. മനസാക്ഷിയും കൂടി അങ്ങ് മരവിക്കും. അപ്പോൾ നമുക്ക് എന്തും പ്രസംഗിക്കാം, എങ്ങനെയും പ്രസംഗിക്കാം. ആളുകളെല്ലാം കയ്യിലെടുക്കാം. ആളുകളെല്ലാം ദോശ മറിച്ചിടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിടാം. ഒടുക്കം തന്നെ യോ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിന് അടിയിൽ തീക്കുണ്ടമാണ്. ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയാണ്. അപ്പോൾ ഒടുക്കം പ്രത്യേകിച്ച് ഒടുക്കമൊന്നുമില്ലെന്നേ, അവിടെയും കൂടെ പോയി നീന്തിയിട്ട് വരാം. ദുഃഖകരമായ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് വന്ന് ആത്മാവിനെ അനുസരിച്ച് ജീവിച്ച് മുൻപോട്ട് പോകേണ്ട അനേകർ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകുന്ന ഭാര്യ മുഖാന്തരം, അല്ലെ ഭർത്താവ് മുഖാന്തരം, അല്ലെ മക്കൾ മുഖാന്തരം, അല്ലെ വേറെ എന്തെങ്കിലും മുഖാന്തരം. അതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതൊക്കെ എങ്ങനെ സാധിക്കുന്നു? നമ്മൾ പരിജ്ഞാനത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. ഭാര്യയും ഭർത്താവിനെയും മക്കളെയൊക്കെ ആളുകളെ വെറുപ്പിച്ചിട്ട് ഞാനൊരു ഭയങ്കര ധീര വിശ്വാസിയാണെന്നുള്ള ആ ഒരു അർത്ഥത്തിലൊന്നും എടുത്തേക്കരുത്. നമ്മൾ ചുറ്റും കാണുന്ന കാര്യമാണ്. ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ അനേകരുടെ പതനങ്ങൾ കണ്ടയാളാണ് ഞാൻ, തോൽവികൾ കണ്ടയാളാണ്. ഇത് എന്തിനിപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞെന്ന് എനിക്ക് പോലും ഒരു പിടിയില്ല കേട്ടോ. ഇതിനെയൊക്കെ ഒരു ദൂതായിട്ട് എടുക്കുമോ ഷിജു പാസ്റ്ററെ? ഇപ്പോൾ ഈ പറയുന്നതൊക്കെ ഒരു ദൂതായിട്ട് എടുക്കാൻ പറ്റുമോ? ഷിജു പാസ്റ്റർ പതിയെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ദൂതായിട്ട് എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ദൂതായിട്ട് പെന്തിക്കോസുകാർ എടുക്കണമെങ്കിൽ മകനെ മകളെ എന്നൊക്കെ വിളിക്കണമല്ലോ. വിളിച്ചിട്ട് തലയെ പിടിച്ച് കുലുക്കണം, അല്ലെങ്കിൽ കുറച്ച് അന്യഭാഷയൊക്കെ പറയണം. എന്നിട്ട് പറയുകയാണെങ്കിൽ സംഭവം എറിക്കും. അന്യഭാഷയും പറഞ്ഞില്ല, ഞാൻ മകനെയൊന്നും വിളിച്ചില്ല, കഴുത്തൊടിക്കാനും വന്നില്ല, ഒന്നും വന്നില്ല. പറഞ്ഞതെല്ലാം ദൂത് തന്നെയാണ്. ദൈവം വെച്ച ക്രമങ്ങളുണ്ട്, കുടുംബത്തിൻ്റെ ക്രമങ്ങളുണ്ട്. ആ കുടുംബത്തിൻ്റെ തലയെന്ന് പറയുന്ന പുരുഷനാണ്, സ്ത്രീയല്ല. അങ്ങനെയൊന്നുമല്ല ദൈവം വെച്ചിരിക്കുന്നത്.
അതായത് ചില സ്ഥലത്ത് പുരുഷൻ നാബാലാണെങ്കിൽ, വെറും നാബാല്, ബുദ്ധിയില്ലാത്ത നാബാലുണ്ടല്ലോ, ആ നാബാലിനെ ശരിയാക്കി കൊണ്ടുപോകണമെങ്കിൽ ഈ സാധു സ്ത്രീ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. ക്രമം പറയുമ്പോൾ ഇത് ജനറലായിട്ടല്ലേ പറയുന്നത്, ജനറലായിട്ടാണ് പറയുന്നത്. പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവും. ഒറ്റപ്പെട്ട നാബാലുമാർ അവിടെ ഇവിടങ്ങളിലുണ്ട്. ബുദ്ധിയില്ലാത്ത, പരിജ്ഞാനമില്ലാത്ത, ഈ കോഴിക്ക് വസന്ത പിടിച്ചതുപോലെ തൂങ്ങിയിരിക്കുന്ന നാബാലുമാർ ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്. അവിടെ ആ സ്ത്രീയും കൂടെ അതുപോലെ തൂങ്ങിയിരിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താവും? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്ത്രീ കടിഞ്ഞാൻ എടുത്തു പോകുന്നതാണ്. എടുക്കണമെന്ന് ഓർത്തിട്ടോ ആരെയും ഭരിക്കണമെന്ന് ഓർത്തിട്ടൊന്നും അല്ല, കടിഞ്ഞാൻ എടുത്തു പോകുന്ന. നമ്മൾ ജഡ്ജസ് പഠിക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, അവിടെ ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ച കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഗിദെയോനെ എഴുന്നേൽപ്പിച്ചു, ബാരാക്കിനെ എഴുന്നേൽപ്പിച്ചു, അങ്ങനെ ഓരോരുത്തരെ ന്യായാധിപന്മാരായിട്ട് എഴുന്നേൽപ്പിച്ച കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അതേസമയം ഒരു സമയം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പുള്ളികളൊന്നും എഴുന്നേൽക്കുന്നില്ല. അവിടെ നമ്മൾ കാണുന്ന ദെബോര എഴുന്നേറ്റു എന്നാണ് കാണുന്നത്. ദെബോരയെ ദൈവം എഴുന്നേൽപ്പിച്ചെന്ന് കാണുന്നില്ല. ഇസ്രായേലിൻ്റെ അന്നത്തെ പശ്ചാത്തലം വെച്ച് ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആരെങ്കിലുമൊക്കെ കണ്ടുകിട്ടണമല്ലോ എഴുന്നേൽപ്പിക്കാൻ. അപ്പോൾ അങ്ങനെ കണ്ടുകിട്ടിയ ആളുകളെയൊക്കെ അതാത് സമയങ്ങളിൽ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഒരു ബ്രാക്കറ്റ് പീരീഡിൽ ദെബോര എഴുന്നേറ്റു. ആണുങ്ങൾ വർത്തമാനം പറയാനില്ലെങ്കിൽ പെണ്ണുങ്ങൾ വർത്തമാനം പറയാതിരിക്കാൻ പറ്റുമോ? വല്ല സ്ത്രീ വിധേയപ്പെട്ടിരിക്കണം. അങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാബാല് വാതുറക്കുന്നില്ലെന്നേ, ഈ നാബാല് വാതുറക്കുന്നില്ല, വർത്തമാനം പറയേണ്ടിടത്ത് വർത്തമാനം പറയുന്നില്ല. പിന്നെ അവള് സംസാരിക്കാതിരിക്കുന്നത് എങ്ങനെയാ? ആരെങ്കിലും ഇതിന്റെ കടിഞ്ഞാൻ പിടിക്കണ്ടേ? ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ളൊരു കുടുംബം, ആ കുടുംബത്തിലെ ആ സഹോദരി നമ്മുടെ മെസ്സേജുകൾ നിരന്തരം കേൾക്കുകയും വളരെ താല്പര്യപൂർവ്വം ഉത്സാഹിക്കുകയും ചെയ്യുന്നൊരു സഹോദരിയാണ്. അവരുടെ ഭർത്താവ് ഒരു നാബാല. പുള്ളി പറയും, നമുക്ക് സജിപ്പാസിൻ്റെ പ്രസംഗം കേൾക്കണ്ടെന്നാണ് പറയുന്നത്, നമുക്ക് തങ്കുച്ചായൻ്റെ പ്രസംഗം കേൾക്കാമെന്ന്. ഞാനിത് ഉണ്ടാക്കി പറഞ്ഞല്ല കേട്ടോ, അത് അങ്ങനെ തന്നെയാണ്. പുള്ളിക്ക് തങ്കുച്ചായൻ്റെ പ്രസംഗമാണ് ഇഷ്ടം. അപ്പോൾ പുള്ളി ആരാ? പുള്ളി പാരമ്പര്യ പെന്തിക്കോസുകാരനാണ്. 3, 4, 6, 7 എത്രയോ തലമുറയാണ് പുള്ളി. അതാണ് അത്ഭുതം, അതാണ് അത്ഭുതം. ഈ മഞ്ഞുദേഹം, മഞ്ഞ് പെയ്യുന്ന രാജ്യത്തിലാണ്. പുള്ളിക്ക് ഇഷ്ടം മറ്റേ പ്രസംഗമാണ്. ഈ ഭാര്യയ്ക്കാണെങ്കിൽ സജിപ്പാസിൻ്റെ പ്രസംഗം കേൾക്കാതെ ഉറക്കവും വന്നില്ല. നോക്കണേ, ക്ലാഷ് പറഞ്ഞപ്പോഴല്ലേ ഇത്രയും നമ്മൾ വന്നത്. ആ പുള്ളിക്കാരി പറയുന്നത് ഇതിനകത്ത് നിത്യജീവന്റെ മൊഴികളുണ്ടെന്നാണ് പറയുന്നത്. പുള്ളി പറയുന്നത് ഒന്നുമില്ല, വെറും ദാരിദ്ര്യമാണ് പറയുന്നതെന്നാ. ആ സഹോദരിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അനുസരിക്കണമെന്ന് പറഞ്ഞ പോലെ പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞില്ല. പുള്ളിക്കാരോട് എങ്ങനെയായിരുന്നു പറഞ്ഞു കൊടുക്കണ്ടേ? ഭർത്താവിന് വിധേയപ്പെട്ട് തങ്കുച്ചായൻ്റെ പ്രസംഗം കേട്ട് സമാധാനം ആചരിക്കുക മകളെ എന്നാ പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ പറയാൻ പോയില്ല. കുറച്ച് അടിക്കട്ടെ അവരടിച്ച് അവർ ഒരസി മിനിസം വരട്ടെ അവർക്ക്, അല്ലേ? അവിടെ ലൈഫിൽ ഈ പറഞ്ഞ അടിയോ ഈ ഒരസലുകളോ അങ്ങനെ ഒരസി മിനിസം വരണം. ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെ ഒരസലുകളുണ്ട്. ആ ഒരസലിൽ നിന്നാണ് ഇത് പോളിഷ് ചെയ്യപ്പെടുന്നത്. അതിലെ ആ പരിപരിപ്പുകൾ മാറണം, പരിപരിപ്പുകൾ. അതിനാണ് ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പം ആ ചങ്ങാതി ഈ സഹോദരിയോട് പറയാണ്, നമുക്ക് സജിപ്പാസിൻ്റെ പ്രസംഗം കേൾക്കാം, ന്യൂസിലാൻഡുകാരുടെ കൂട്ടത്തിൽ പോയിരുന്ന് രാവിലെ തന്നെ നമുക്കെല്ലാം കേൾക്കാം എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പുള്ളിക്കാരി ചിലപ്പോൾ തണുത്തു പോകും. എന്ത് ചെയ്യും? തണുത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പുള്ളിക്കാരിയെ ചൂട് പിടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഒരു പ്രതിയോഗിയെ സ്വന്തം വീട്ടിൽ തന്നിരിക്കുന്നത്. സ്വന്തം വീട്ടിൽ ഒരു പ്രതിയോഗിയെ തന്നിരിക്കുക. എനിക്കത് മനസ്സിലായി. ഞാൻ അധികം ഒന്നും പറയാൻ പോയില്ലെന്നേ ഉള്ളൂ. അവർ കുറച്ച് ഒരസട്ടെ. നമ്മുടെ ഈ സഹോദരി കാണിക്കുന്ന ഈ ആവേശം എത്ര കാലം ഉണ്ടാകും നമുക്കൊന്ന് അറിയണമല്ലോ. എന്താ പാസ്റ്ററെ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒത്തിരി കണ്ടും കേട്ടും വന്നതാന്നേ. ഉയ്യോ, ഇപ്പം ഞാൻ മലമറിക്കും, നിന്നാൽ ഞാൻ മലമറിക്കും എന്ന് പറഞ്ഞു വന്ന ഒത്തിരി സഹോദരിമാര് ഒരെണ്ണത്തിനെ കാണാനില്ല, മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണാനില്ല. ഭയങ്കര വരവായിരുന്നു, കൊടുങ്കാറ്റ് പോലെയായിരുന്നു വന്നത്. നിന്നാൽ ഞങ്ങൾ പടക്കൂട്ടങ്ങളെ മറികടക്കും എന്നൊക്കെ പറഞ്ഞാൽ വന്നത്. ഇപ്പോൾ എന്തിയേ? ഇപ്പോൾ പിള്ളേരെയും താലോലിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒതുങ്ങി കൂടി ഇരിക്കുക. അത്ര തന്നെ. ഒരു സമയം വരെ ഉണ്ടായിരുന്നുള്ളൂ എരിവ്. അത് ശരിക്കും ആത്മാവിൽ വന്ന എരിവൊന്നുമല്ല. അത് നമ്മുടെ ദേഹി പ്രൊഡ്യൂസ് ചെയ്ത
ഒരു ആവേശമായിരുന്നു, ദേഹി പ്രൊഡ്യൂസ് ചെയ്തൊരു ആവേശമായിരുന്നു, ഇമോഷണലി ചാടിത്തുള്ളി വന്നതാണ്. അത് മജ്ജയിലും മാംസത്തിലൊന്നും അങ്ങനെ പിടിച്ചിരുന്നില്ല. മജ്ജയിലും മാംസത്തിലൊക്കെയാണ് പിടിച്ചിരുന്നതെങ്കിൽ ജീവിതത്തിൽ കൊച്ചു കൊച്ചു പ്രതിസന്ധികൾ വന്നായിരുന്നു എന്ന് കൂട്ടിക്കോ. ആ പ്രതിസന്ധികൾ വന്ന സമയത്ത് ആശ്രയിക്കേണ്ട പാറയിൽ തന്നെ ആശ്രയിക്കണമായിരുന്നു. അപ്പോൾ അവിടെ ഭർത്താവാണോ വലുത്, ഭാര്യയാണോ വലുത്, മക്കളാണോ വലുത് എന്നൊക്കെയുള്ള കാര്യത്തിന് വലിയ പ്രാധാന്യം വന്നിട്ട് എന്നാൽ തൽക്കാലത്തേക്ക് ഈ ഫയൽ മടക്കാം, പിന്നീട് ഈ ഫയൽ തുറക്കാമെന്ന്. പിന്നീടൊന്നും തുറക്കാമെന്ന് വിചാരിക്കേണ്ട മോളെ നീ. പിന്നീട് ഈ ഫയൽ തുറക്കാമെന്നോ? അത് കൊള്ളാം. നിന്റെ സൗകര്യത്തിന് തുറക്കാനും അടയ്ക്കാനുള്ള ഫയലാണോ ഇത്? ആണോ? കുറച്ചു കാലം ഞാൻ ഇങ്ങനെ ജഡത്തിൽ സഞ്ചരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചാകുന്നതിന് മുമ്പ് തിരിച്ചു വരും കേട്ടോ. ഞാൻ ആത്മാവിൽ തന്നെ എനിക്ക് ചാകണം. ആത്മാവിൽ തന്നെ എനിക്ക് മരിക്കണം. ഇപ്പം ഞാൻ ഇച്ചിരി ജഡത്തിൽ സഞ്ചരിക്കട്ടെ. എൻ്റെ ഭർത്താവിന് അതാ ഇഷ്ടം. ഞാൻ എങ്ങനെയാ പിണക്കുന്നേ പാസ്റ്ററെ? നീ പിണക്കണ്ട, നീ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ. അതാ ഞാനിവിടെ കുറേ പുരുഷ കേസരികൾക്ക് ഉപദേശം കൊടുത്തത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അനുസരിച്ച് ജീവിക്കൂ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങളോടും പറയാനുള്ള അത്രയേ ഉള്ളൂ. ഭർത്താവിനെ ഒന്നും പിണക്കണ്ട, ആരെയും പിണക്കണ്ട, ജഡത്തിൽ സഞ്ചരിക്കുക. അപ്പോൾ ഉടുക്കോ ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞു. ഇയ്യോബിൻ്റെ അടുക്കിലൊന്ന് പോവുക, ഇയ്യോബ് പറഞ്ഞു തരും ഒടുക്കം എന്താവുമെന്ന്. അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ ജനറൽ ടോക്ക് കണ്ടമാനം നീണ്ടുപോയി, അപ്രതീക്ഷിതമായി പോയി. ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന സമയത്തെ, ഇന്ന് പുലർകാലം എഴുന്നേറ്റ് വന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം പോലും എൻ്റെ ഉള്ളിൽ വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞുപോയ മണിക്കൂറുകളുണ്ടല്ലോ, ആ മണിക്കൂറുകളിൽ പോലും ഇങ്ങനൊരു ചിന്ത വന്നില്ല. ഇവിടെ വന്നിരുന്ന് ഇത് ഓൺ ചെയ്ത സമയം മുതൽ കർത്താവ് ഈ സംഭവങ്ങൾ ഇങ്ങനെ ഉറവകൾ തുറന്നു വരികയായിരുന്നു. വിശുദ്ധന്മാർക്ക് ബുദ്ധിയുപദേശം, തികച്ചും ബുദ്ധിയുപദേശങ്ങളാണ് പറഞ്ഞത്. ബുദ്ധിയുപദേശങ്ങൾ, നമ്മൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മാർഗത്തിൻ്റെ ശ്രേഷ്ഠത, ഒരുപക്ഷെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്നും ഖേമന്മാരെന്നൊക്കെ പറയപ്പെടുന്ന വമ്പന്മാർ, തലനിറച്ച ആളുകൾ, ഉന്തും തള്ളും ഉണ്ടാക്കുന്നതും കോടതിയിൽ പോകുന്നതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ അതൊക്കെ പറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് ഇത് ഉരുത്തിരിഞ്ഞ് വന്നതാകാം, അല്ലേ? അനുബന്ധമായി ഉരുത്തിരിഞ്ഞ് വന്നതാകാം. എന്തായാലും അവർക്കൊക്കെ നമ്മൾ ബുദ്ധിയുപദേശം കൊടുത്ത പോലെ നമ്മുടെ സഹോദരങ്ങൾക്കും ഒരു ബുദ്ധിയുപദേശം ആവശ്യമാണ്. ചില സമയത്ത് മെസ്സേജുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ മണിക്കൂറുകളൊന്നും മെസ്സേജ് ഉണ്ടാകില്ല. ചില സമയത്ത് ഷോർട്ട് മെസ്സേജുകളായിരിക്കും. ആ ഒരാഴ്ച, ആ ഒരായുസിൽ ജീവിക്കാനുള്ളത് ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ചിലപ്പോൾ കിട്ടും. ചിലപ്പോൾ നമ്മൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, 1-1.5 മണിക്കൂറൊക്കെ ആയിരിക്കും പ്രസംഗിക്കുന്നത്. ഇന്നത്തേക്കുള്ള മെസ്സേജ് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ദൂതെന്ന് പറയും, സന്ദേശം കഴിഞ്ഞു. അതായത് എനിക്കറിയാവുന്നൊരു ദേവദാസനുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്നേഹിതനൊരു വെള്ളക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ റെഡ്മാൻ എന്നാണ്. ഈ റെഡ്മാൻ എന്ന് പറയുന്ന വെള്ളക്കാരൻ, അദ്ദേഹം മെസ്സേജിന് കടന്നു വന്നു കഴിഞ്ഞാൽ, അതായത് സൺഡേ സർവീസിലൊക്കെ മെസ്സേജിന് വരുമ്പോൾ മാക്സിമം 15 മിനിറ്റാണ് അദ്ദേഹം പ്രസംഗിക്കുകയുള്ളൂ. ഏറിയാലെങ്ങാനും 20 മിനിറ്റ്സ് ആയെങ്കിലായി. ആ 15 മിനിറ്റ് എന്ന് പറയുന്നത്, ആ 15 മിനിറ്റ് എന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ നിറവിൽ ദൂത് കൈമാറുന്ന നിമിഷങ്ങളാണത്. ദൈവസഭയോടുള്ള ദൂതുകളാണ് വരുന്നത്, ബുദ്ധിയുപദേശങ്ങളാണ് വരുന്നത്. ശ്വാസം അടക്കി പിടിച്ചേ നമുക്ക് കേട്ടിരിക്കാൻ പറ്റൂ. അതെല്ലാം പെന്തക്കോസ്തിൻ്റെ നടുവിൽ സംഭവിച്ചിരുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അവരെല്ലാം മൺമറഞ്ഞു പോയി. അപ്പോൾ കേൾവിക്കാരായി വന്നിരിക്കുന്ന ജനം ചെവി വട്ടം പിടിച്ചായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയപ്പാടുമുണ്ട്. അതായത് നമ്മൾ പറയുന്ന സോക്കോൾഡ് പ്രവാചകൻ നമ്മുടെ നേരെ കൈ ചൂണ്ടിയിട്ടൊക്കെ ചിലത് പറയില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ആ സമയത്ത് 2 രീതിയിലാണ്. ആകാംക്ഷയുണ്ട്, വല്ല കുഴപ്പവും പറയുമെന്നൊരു പേടിയുണ്ട്. ഇതങ്ങനെയല്ല. ഇത് കൈയും കാലൊന്നും ചൂണ്ടുമൊന്നുമില്ല. വചനത്തിലൂടെ ഇടപെടും, വചനത്തിലൂടെ സംസാരിക്കും. ഈ ഒരു മാർഗത്തിലല്ലാതെ വേറൊരു മാർഗത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളില്ലെന്നേ. ഈ ഒരു മാർഗത്തിലേ ഉള്ളൂ. ആത്മാവിൽ, അഭിഷേകത്തിൽ സ്വർഗീയ സന്ദേശങ്ങൾ കൈമാറ്റപ്പെടുന്ന ഇടമാണിത്. അതുകൊണ്ട് അതിനെ സ്പോയിൽ ചെയ്യുക എന്നുള്ളത് സൈറ്റാന്റെ ഉദ്ദേശമാണ്. ഈ മാർഗത്തെ മലിനമാക്കുക എന്നുള്ളത് സൈറ്റാന്റെ ഉദ്ദേശമാണ്. അതിനെ ഗാർഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇതിലെ ശുശ്രൂഷകന്മാർക്കുണ്ട്. ഗാർഡ് ചെയ്യണം, അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം. അവർ വിശ്വാസത്തിന്റെ പരിചയമായി നിൽക്കേണ്ടവരാണ്. വിശ്വാസം എന്ന പരിചയമായി നിൽക്കണം.
അതായത് സാത്താൻ്റെ ഒരു ഇംഗിതവും അവൻ്റെ ഒരു ഇടപാടും ഇതിനകത്തേക്ക് കടന്നു വരാതെ അതിനെ തടുക്കേണ്ടവരാണ്. നെഞ്ചും നെറ്റിയും കൊടുത്ത് അതിനുവേണ്ടി നിൽക്കേണ്ടവരാണ്. പക്ഷേ ശുശ്രൂഷകളിൽ വലിയ പങ്ക് ആൾക്കാരും മയക്കത്തിലായിപ്പോയി. അവർ നിദ്രാപ്രിയരാണെന്നാണ് യെശയ്യാവ് പറയുന്നത്. അവർ ഊമനായ്ക്കളെ പോലെ ഇരിക്കുകയാണ്. ഇത്രയും വലിയ കാറ്റും കൊടുങ്കാറ്റും ഒക്കെ അടിക്കുമ്പോൾ ശരിക്കും ശ്രേഷ്ഠരായ ദൈവദാസന്മാർ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ദൈവമക്കൾക്ക് എവിടെയെങ്കിലും ഒരു ഇളക്കം തട്ടുന്നുണ്ടോ? നിരാശ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം, ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് ബുദ്ധിപദേശവും പ്രോത്സാഹജനകമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളുകളെ ഉത്സാഹിപ്പിച്ച് ഉറപ്പിച്ച് നിർത്താം. ഒരാളും ഒന്നും പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. അവർ സാധാരണ പറയുന്ന പോലെയൊക്കെ അങ്ങനെ പറഞ്ഞു പോകുന്നു. അതായത് കസ്റ്റം എങ്ങനെയാണോ ചലിക്കുന്നത് അതുപോലെ ചലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ. അതല്ലാതെ മാറി ചിന്തിക്കുകയോ മാറി പറയുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എനിവേ, ആ ഭാഗം അങ്ങ് വിട്ടേക്കാം. ഉള്ളിലൊരു ഭാരമൊക്കെ ഉണ്ട്. ദൈവമക്കൾ ആത്മാവിൽ നിറയപ്പെടുകയും വചനത്തിൽ വളരുകയും ഒക്കെ ചെയ്യുന്നത് കാണണം. അതായത് പൗലോസ് 2-3 മിഷൻ യാത്രയൊക്കെ നടത്തി നമുക്കറിയാലോ. 3 മിഷൻ യാത്ര കഴിഞ്ഞിട്ട് 4ാമത് പോയൊരു മിഷൻ യാത്ര കാരാഗ്രഹത്തിലേക്കാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് താൻ മടങ്ങി വരുന്ന കാര്യങ്ങളൊക്കെയുണ്ട്. അതായത് താൻ യാത്ര തിരിക്കുന്ന അന്ത്യോക്യൻ സഭയിൽ നിന്നാണ്. അങ്ങനെ മടങ്ങി അന്ത്യോക്യൻ സഭയിൽ വന്നു കഴിയുമ്പോൾ അവിടെയുള്ള പഴയ പരിചയക്കാരും കൂട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ. ചാക്കോച്ചൻ അവിടെയുണ്ട്, അവറാച്ചൻ അവിടെയുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ കാണുമ്പോൾ എങ്ങനെയുണ്ട് വേലയൊക്കെ എന്ന് ചോദിക്കും. അങ്ങനെയാണ് സാധാരണ ചോദിക്കുന്നത്, വേലയൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ പൗലോസിനോട് അങ്ങനെ ചോദിക്കുമ്പോൾ പൗലോസിന് പറയാനായിട്ടൊരു തിമത്തിയോസ്, ഒരു തീത്തോസ്, ഒരു തീഹിക്കോസ്, ഒരു എഫഫ്രാസ്, ഒരു എഫഫ്രാദിത്തോസ് ലിസ്റ്റ് അങ്ങനെ കിടക്കുകയാണ്. യുവോദ്യ സിന്ധിയയും അങ്ങനെ കിടക്കുന്നു കുറേ പേരുകൾ അല്ലേ. ഫേബ കിടക്കുന്നു, പെർസീസ് കിടക്കുന്നു, പെർപ്പച്ച, അങ്ങനെ എന്തുമാത്രം പുള്ളിക്കാരന്മാരും പുള്ളിക്കാരികളും ഒക്കെയാണ്. അതേസമയം ഇന്നത്തെ ശുശ്രൂഷകന്മാർ, ഞാൻ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകന്മാർ എന്നെയാണ് 1ാം സ്ഥാനത്ത് നിർത്തുന്നത്. എന്നിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അന്ത്യോക്യക്കാരെങ്കിലും ചോദിക്കുകയാണ് തിമത്തിയോസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുമെന്ന് എനിക്ക് ഒരു വിഷമമുണ്ട്. പെട്ടിക്കകത്ത് കൊണ്ട് ഇട്ടാൽ ഒരു സ്വസ്ഥതയോടെ കിടക്കാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. പെട്ടിക്കകത്ത് പോകുമ്പോൾ പിന്നെ അങ്ങ് സ്വസ്ഥമായിട്ട് പോയാൽ പോരെ. എന്നാലും എന്തോ ഒരു കൊച്ചു നിരാശ. തിമത്തിയോസ്മാരെവിടെ? തീത്തോസ്മാരെവിടെ? വീരന്മാരെവിടെ? പോരാളികളെവിടെ എന്നുള്ള ഒരു ചിന്ത ഭരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ ഒത്തിരി പാസ്റ്റർമാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവർ സഭായോഗം നടത്താൻ അവർക്കറിയാം, പ്രാർത്ഥിച്ച് തുടങ്ങണമെന്നുള്ളത് അവർക്കറിയാം. 10 മണിക്കല്ലേ, 10 മണിക്ക് പ്രാർത്ഥിച്ച് തുടങ്ങും, സാഹിത്യ ഭാഷയിൽ പ്രാർത്ഥിച്ച് തുടങ്ങും. ഇനി നമുക്ക് ഒരു പാട്ട് പാടാം, ഇരുന്നുകൊണ്ട് പാടാം, പിന്നെ അത് കഴിഞ്ഞ് നിന്നുകൊണ്ട് പാടാം, അത് കഴിഞ്ഞ് ഒരു സഹോദരൻ സഹോദരിയും പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അതതിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഡിഫാൾട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അത് 1 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആവും. ആശീർവാദം പറഞ്ഞ് പരിപാടി അവസാനിപ്പിച്ചു. പിന്നെ പിറ്റേ ആഴ്ചയിലും അങ്ങനെയൊക്കെ തന്നെ നടക്കും. അതിനിടയ്ക്ക് സൂസീനെ പ്രാർത്ഥിച്ച് ന്യൂയോർക്കിലേക്ക് വിടണം, നേഴ്സാ സൂസി. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ജോയൽ മോനെ പ്രാർത്ഥിച്ച് UK വിടണം, അവൻ IT പ്രൊഫഷണലാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇതെല്ലാം പ്രാർത്ഥിച്ചും പറഞ്ഞും ഒക്കെ പോയി. എവിടെ തിമത്തിയോസ്? എവിടെ ഫേബ? എവിടെ പ്രിസ്കില്ല? ഇതെന്നാ മെസ്സേജ്? ഈ ചോദ്യത്തിന് എന്ത് മറുപടി കൊടുക്കും സഹോദരങ്ങളെ? ഈ ചോദ്യത്തിനൊക്കെ എങ്ങനെ മറുപടി കൊടുക്കും? നമ്മൾ ഇന്ന് എന്നതാ പ്രസംഗിച്ചത്? നമുക്ക് കുറിവാക്യമുണ്ടോ? ഇന്ന് നമ്മൾ പ്രസംഗിക്കാനെടുത്ത പാസേജ് ഏതാ? എവിടെയാ ടാബർനാക്കിൾ സ്റ്റഡി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ പിന്നെയും വരുന്നത് കണ്ടോ? ഞാൻ എന്ത് ചെയ്യും? നൊമ്പരങ്ങളാണിതെല്ലാം. ആർജവമുള്ള തിമത്തിയോസ്മാരെവിടെ? തിമത്തിയോസിന്റെ പ്രത്യേകത എന്താ? 1ാം മിഷൻ യാത്രയിൽ പൗലോസ് ലിസ്രയുടെ മണ്ണിൽ കല്ലേറുകൊണ്ട് വീണത് കണ്ടവനാണ് തിമത്തിയോസ്. 1ാം മിഷൻ യാത്രയിൽ പൗലോസിന്റെ ശുശ്രൂഷയാലാണ് ആ കുടുംബം സത്യമാർഗത്തിലേക്ക് തിരിഞ്ഞത്. അവരുടെ ഉള്ളിൽ സത്യാന്വേഷണം ഉണ്ടായിരുന്നു. യഹൂദ പശ്ചാത്തലത്തിലുള്ള ആ കുടുംബം നമുക്കറിയാം, മുന്നമേ നമ്മളതൊക്കെ മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവരെ തിരിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു സ്പാർക്ക്.
പൗലോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ എന്താ ഉണ്ടായത്? ഒരു സ്പാർക്ക് ഉണ്ടായി. തിമത്തിയോസും അവന്റെ അമ്മയും വല്യമ്മ ലോവീസും ഒക്കെ ആ സ്പാർക്കിൽ പിടിക്കപ്പെട്ടു. സത്യമാർഗത്തിന്റെ ഭാഗമായി സത്യക്രിസ്ത്യാനിത്വത്തെ അവര് അനുഭവിക്കാൻ ആരംഭിച്ചു. നോക്കണം, അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാ അവരെ ഇങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പൗലോസിന്റെ ശുശ്രൂഷയാൽ നയിച്ചു എന്നുള്ളതൊക്കെ സത്യമാണെങ്കിലും അടുത്തപടി ലുസ്രായുടെ തെരുവിൽ പൗലോസ് കല്ലേറുകൊണ്ട് വീഴുന്ന കാഴ്ച ഇവർ കാണുകയല്ലേ. ആ ലുസ്രയിലുള്ള സകല മനുഷ്യരും അറിഞ്ഞിട്ടുണ്ട്. ഒരുവൻ അന്ത്യോക്യയിൽ നിന്നിവിടെ കടന്നു വന്ന് നസ്രായനെ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. പുള്ളി ഒരു പരീശനായിരുന്നു. ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് അഭ്യസിച്ച മനുഷ്യനാണ്. സംഘദ്രി സംഘവുമായി ബന്ധമുള്ളവനായിരുന്നു. എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തു ശിഷ്യനായിട്ട് ഇപ്പൊ സുവിശേഷം അറിയിച്ച് നടക്കുകയാണ്. ലുസ്രായിലും വന്നു. തന്റെ കൈകളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം വരം കൊടുത്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. മുടന്തനെ സൗഖ്യമാക്കി. തന്റെ ശുശ്രൂഷയിൽ ഒരു മുടന്തൻ എഴുന്നേറ്റ് വന്നു. അവൻ സൗഖ്യദായക ശക്തി പ്രാപിച്ചുകൊണ്ട് ആ ദേശത്തിന് സാക്ഷ്യം എന്നുള്ള നിലയിൽ എഴുന്നേറ്റ് വന്നു. ജനമെല്ലാം ഒത്തുകൂടി പൗലോസിനെ ആദരിക്കാൻ ശ്രമിച്ചു. ഒരാദരത്തിന് വേണ്ടി അങ്ങ് നിന്നു കൊടുത്താൽ മതിയായിരുന്നു. ഇത്രയ്ക്കിത്രയല്ലേ ഉള്ളൂ. ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. ഇന്ദ്രനും ചന്ദ്രനെന്നോ ബുധനെന്നോ ഏതാണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞു വന്നു. അവിടുത്തെ പ്രധാന പുരോഹിതനൊരു മാലയിട്ടു, പിന്നെ ഒരു പൊന്നാട എണീക്കും. അത്രയൊക്കെ ഉള്ളൂ. വേണമെങ്കിൽ ഒരു മുടന്തനെ ഉയർപ്പിച്ചു എന്നുള്ളതിന്റെ പേരിലുള്ള ഒരു ഷീൽഡ് ചിലപ്പോൾ തരുമായിരിക്കും. ഒരു ഷീൽഡ്. ആ ഷീൽഡ് മേടിച്ച് മിണ്ടാതെ സ്വത്രം കാണാം പിന്നെയും കാണാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ നമ്പർ മേടിച്ചോണ്ടങ്ങ് പോയാൽ മതിയായിരുന്നു. അതിനു പകരം അതിനോട് എതിർത്ത് നിൽക്കാൻ പോയി, റെസിസ്റ്റ് ചെയ്തു. പൂമാല വേണ്ടേ വേണ്ട, പൂമാല വേണ്ടേ വേണ്ട. ആദർശം കൂടിപ്പോയി. ഭയങ്കര ആദർശമല്ലേ. ആദർശം കൂടിപ്പോയി. ആവേശമൊക്കെ കയറി, എല്ലാം കയറി. അങ്ങനെ എല്ലാം റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാം റിജക്റ്റ് ചെയ്തെങ്കിലും കല്ലേറിനെ റിജക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. പൂമാലയെ റിജക്റ്റ് ചെയ്തപ്പോൾ കല്ലേറുകൾ ലഭിച്ചു. കല്ലേറുകളെ അക്സെപ്റ്റ് ചെയ്യാതെ നോക്കുവോ? അങ്ങനെ കല്ലേറുകൊണ്ട് ലുസ്രായുടെ തെരുവിൽ പിടഞ്ഞു വീണ മനുഷ്യനാണ് പൗലോസ്. വാസ്തവത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം മരണത്തിന്റെ അവസാന തുരുത്തിൽ വരെ എത്തിയായിരുന്നു. മരണത്തിന്റെ ആ അനുഭവത്തിലൂടെ കടന്നുപോയി. അത് വെച്ചിട്ടാണ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. എന്താ പറയുന്നത്? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടൊരു മനുഷ്യൻ. അത് ശരീരത്തോടെയോ അല്ലാതെയോ എന്നൊന്നും തനിക്കറിയില്ല. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ. ക്രിസ്തുവിലൊരു മനുഷ്യനെ താൻ കാണുകയാണ്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടൊരു മനുഷ്യൻ. അതെന്തു ആകട്ടെ, ഒരു സ്റ്റെപ്പ് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ കല്ലേറുകൊണ്ട് വീണ് കിടക്കുന്ന പൗലോസ് ശിഷ്യന്മാരെല്ലാം തന്റെ ചുറ്റും കൂടിയെന്നാ വായിക്കുന്നത്. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവന്റെ ചുറ്റി നിൽക്കുകയും അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേനാൾ ബർന്നബാസിനോട് കൂടെ ദർബയ്ക്ക് പോയി. കല്ലേറുകൊണ്ട് ചത്തവനെ പോലെ കിടന്നതാ. പിറ്റേന്നാൾ എഴുന്നേറ്റ് പോയി. ദൈവശക്തി വ്യാപരിച്ചതാണത്. അതെന്തോ ആകട്ടെ. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കിയാൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. ഇത് ഏത് യാത്രയാ? 1-ാം മിഷൻ യാത്രയാന്ന് ഓർക്കണം. 1-ാം മിഷൻ യാത്ര. 1-ാം മിഷൻ യാത്രയിൽ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിൽ, ഇത് ഗലാത്യ പ്രൊവിൻസാണിത്. ഈ ഗലാത്യ പ്രൊവിൻസിലുള്ള ദർബയാകട്ടെ, പെർഗയാകട്ടെ, ഇക്കോന്യ, ലുക്കോന്യ, അങ്ങനെയുള്ള ആ ഭാഗങ്ങളിലൊന്നും ഒരു ക്രിസ്ത്യാനി പോലുമില്ല. ആദ്യമായിട്ടൊരു ക്രിസ്ത്യാനിയുടെ കാലം അവിടെ കുത്തിയത് പൗലോസിന്റെയും ബർന്നബാസിന്റെയും കൂട്ടത്തിൽ ആരാ ഉണ്ടായിരുന്നേ? കൂട്ടത്തിൽ ആരുമില്ല. അപ്പോൾ പൗലോസിന്റെയും ബർന്നബാസിന്റെയും കാലാണ് അവിടെ കുത്തിയത്. മർക്കോസിനെയും കൂടെ വേണേ കൂട്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്തു? സ്ഥലം കാലിയാക്കി. അപ്പം അവരവിടെ കടന്നു വന്ന് സുവിശേഷം അറിയിച്ച, സുവിശേഷം കൈക്കൊണ്ട് ദൈവരാജ്യത്തിൽ വന്ന ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തില് തിമത്തിയോസിന്റെ ഭവനത്തെയും നമുക്ക് പെടുത്താം. എന്നാൽ ശിഷ്യന്മാർ അവന്റെ ചുറ്റും നിൽക്കയിൽ എന്ന് പറഞ്ഞാൽ തിമത്തിയോസിന്റെ അമ്മയും വല്യമ്മയൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ നാട്ടിലുള്ള വല്യമ്മമാരെ പോലെ അല്ല കേട്ടോ. നിങ്ങൾ ഈ വല്യമ്മ ലോവീസിനെ നിങ്ങൾ അങ്ങനെ ചെറുതായിട്ട് കാണരുത്. നിങ്ങളുടെ വല്യമ്മ എന്താ പറയുന്നത്? ഒരു 2 പവന്റെ മാലയും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ ചാകുന്നതിന് മുമ്പേ. അപ്പോൾ ഇപ്പോൾ ഉള്ളതോ അത് പോരാ. ഇതിപ്പോൾ പെന്തിക്കോസിന് വെളിയിൽ പോയില്ലോ പറഞ്ഞത്.
വേറെ ചില വല്യമ്മമാരുടെ കാര്യമാണ്, മരിക്കാറായി എന്നാലും 2 വളയിടണമെന്നാണ് പറയുന്നത്. ഈ കാണായ കാലമൊക്കെ ഈ ഭൂമി ജീവിച്ച് ഇനി ശാന്തമായിട്ടങ്ങ് പോയാൽ പോരെ. ചിലരൊക്കെ ഇപ്പം ചിരിക്കുകയായിരിക്കും, ഒരു 2 വളയും കൂടെ ഇടണമെന്ന്. ഞാനൊരു വല്യമ്മയുടെ കാര്യമായി പറഞ്ഞത്. അതായത് എൻ്റെ സർക്കിളിലുള്ളൊരു വല്യമ്മ, 80 കഴിഞ്ഞൊരു വല്യമ്മ, പുള്ളിക്കാരി ഒരു ആഗ്രഹം പറഞ്ഞു 2 വളയും കൂടെ ഇടണമെന്ന്. 1 വള കാലങ്ങളായിട്ട് കയ്യെ കിടപ്പുണ്ട്, അത് പോരാ 2 വളയും കൂടെ ഇടണമെന്ന്. ആ കൂട്ടത്തിലൊന്നും ഈ വല്യമ്മ ലോവീസിനെ കൂട്ടരുതെന്നാണ് ഞാൻ പറഞ്ഞത്. പെന്തിക്കോസുകാർ ക്ഷമിച്ചേക്കുക, നിങ്ങളുടെ വല്യമ്മയുടെ കാര്യമല്ല ആട്ടെ. അപ്പോൾ ഈ വല്യമ്മ ലോവീസൊക്കെ അവിടെ വന്നോന്ന് ചോദിക്കരുത്. വല്യമ്മ ലോവീസൊക്കെ ആത്മാവിൽ കത്ത് പിടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അതിൻ്റെ തെളിവ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഭയാനകമായൊരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും മക്കളെ ആ വഴിക്ക് വിടുവോ? പിന്നെ അതേ പൗലോസ് തന്നെ ഈ യാത്രയൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു പോയിട്ട് വീണ്ടും മടങ്ങി വരികയാണ് 2ാം മിഷൻ യാത്രയുമായിട്ട്. 2ാം മിഷൻ യാത്രയുമായിട്ട് വരുമ്പോൾ ആദ്യം വരുന്നത് ലുസ്ര വഴിക്കാ. നേരത്തെ കടൽ വഴിക്കാ വന്നത്, ഇപ്പം നേരെ ഉൾട്ടായാ വന്നത്. അതായത് ഇന്നത്തെ മോഡേൺ സിറിയ ക്രോസ് ചെയ്ത് ടർക്കിയിലേക്ക് കടന്ന് ടർക്കിയിലെ തർസോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗലാത്തിയ പ്രൊവിൻസാണ്. അതായത് ഗലാത്തിയ പ്രൊവിൻസിലെ പെർഗ, ദർബ, ലുസ്ര എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളാണ്. അങ്ങനെ ലുസ്രയിലേക്ക് വരികയാണ്. അങ്ങനെ വന്ന് തിമത്തിയോസിന്റെ വീട്ടിൽ വന്നൊരു ചായ കുടിച്ചിരിക്കുമ്പോൾ അമ്മ യൂനിക്കയോടും വല്യമ്മ ലോവീസിനോടും ഒക്കെ പൗലോസ് താല്പര്യപ്പെടുകയാണ്. തിമത്തിയോസും എൻ്റെ കൂടെ പോരട്ടെ എന്നുള്ളൊരു താല്പര്യം. അങ്ങനെയല്ലേ 16-ാം അധ്യായത്തിൽ. അപ്പം നമുക്ക് 1, 2, 3 വാക്യത്തിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തങ്ങ് ചിന്തിച്ചാൽ മതി. അതായത് ലുസ്രായിൽ ഭക്തിയുള്ളൊരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലെ യൗവനക്കാരനായിരുന്നു തിമത്തിയോസ്. അപ്പം ആ തിമത്തിയോസ് ലുസ്രയിലും ഇക്കോനിയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അവൻ തന്നോടുകൂടെ ഈ യാത്രയിൽ പോരണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു, ഇച്ഛിച്ചു. അത്രയും മതി നമുക്ക്. അവൻ്റെ അപ്പൻ ആരും ആയിക്കോട്ടെ. പൗലോസ് എന്താഗ്രഹിച്ചു? തിമത്തിയോസ് തന്നോടുകൂടെ പോരണമെന്ന്. അവിടെ ധാരാളം യൗവനക്കാരുണ്ട്. തിമത്തിയോസ് പോരണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ കാരണം എന്നാ? അത് വെളിപ്പാടാണെന്നേ. അതൊരു ദൈവദാസന് ലഭിക്കപ്പെടുന്ന വെളിപ്പാടാണ്. പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറയാണ്, ഇവനെ കൂടെ കൂട്ടിക്കോ, ഇവൻ എനിക്ക് പ്രയോജനമുള്ളവനാണ്. അങ്ങനെ പൗലോസ് അത് ഇച്ഛിക്കുകയാണ്. പൗലോസ് ഇച്ഛിച്ചിട്ട് കാര്യമില്ലല്ലോ. 10 മാസം നൊന്ത് പറ്റ അമ്മയോടെയുണ്ട്. 10 അല്ലല്ലോ, 9 ആണല്ലോ അല്ലേ. അതായത് തിമത്തിയോസിനെ 8-9 മാസം ചുവന്നുകൊണ്ട് നടന്ന അമ്മയോടെയുണ്ട്. താരാട്ടുപാടി ഉറക്കിയ വല്യമ്മയോടെയുണ്ട്. അവരിങ്ങനെയുള്ള മനുഷ്യന്റെ കൂടെ അവരുടെ മകനെ അയക്കുവോ? ഈ പുള്ളി പോകുന്ന വഴിക്ക് എവിടെയെല്ലാം കല്ലേറ് കൊള്ളുമെന്നും എവിടെയെല്ലാം ചത്തവനെ പോലെ കിടക്കുമെന്നും എന്തെല്ലാം സംഭവിക്കുമെന്നും ഒരു പിടിയില്ല. അനിശ്ചിതത്വം മാത്രമാണ്. അങ്ങനെയുള്ള ഈ മനുഷ്യന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും അമ്മയപ്പന്മാരെ വിടുവോ? എനിക്ക് തോന്നുന്നില്ല. സാധാരണ മനുഷ്യരൊന്നും വിടില്ല. ഒരു ട്രബിളിലേക്ക് സ്വന്തം മകനെ ആരെങ്കിലും തള്ളിവിടുവോ? പക്ഷെ ഈ അമ്മയും വല്യമ്മയും നിങ്ങൾ നോക്കിയേ, മകനെ ആ ട്രബിളിലേക്ക് തള്ളിവിട്ടു. ചരിത്രം ചമയ്ക്കാൻ വേണ്ടി പൗലോസിന്റെ കൂടെ നടന്ന് പിന്നത്തേതിൽ എഫേസ്യ സഭയുടെ അധ്യക്ഷൻ വരെ ആകുകയാണ് തിമത്തിയോസ്. ചരിത്രം ചമയ്ക്കുകയാണ്. തന്റെ വിശ്വസ്തത നിമിത്തവും തന്റെ ശുശ്രൂഷയിലെ വൈഷമ്യങ്ങൾ കണ്ടറിഞ്ഞ് പൗലോസ് നിജപുത്രനായ തിമത്തിയോസിന് എഴുതിയ 2 ലേഖനങ്ങൾ കാഹളം ധ്വനിക്കുന്നവരെ എല്ലാ കാലത്തും മനുഷ്യവർഗം ഇത് വായിക്കും. തിമത്തിയോസ് സ്മരിക്കപ്പെടുമോ ഇല്ലയോ? അല്പം മുമ്പ് ഞാൻ എന്താ പറഞ്ഞു തുടങ്ങിയത്? എവിടെ തിമത്തിയോസുമാർ, എവിടെ തീത്തോസുമാരെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? ദൈവമേ, ഞാൻ എന്തു പറയും? എവിടെ ഫേബ, എവിടെ പെർസീസ്, എവിടെ അക്കില്ലാവ്, എവിടെ പ്രിസ്കില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എങ്ങനെ പെട്ടിക്കകത്ത് കയറുമെന്നും എനിക്ക് വലിയ പിടിയില്ല. ഇപ്പോൾ നമ്മളിതൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നത് തലയ്ക്ക് മുകളിലൂടെ പോകുന്നു എന്നാണ് പറയുന്നത്. തലയ്ക്ക് മുകളിലൂടെ പോകുന്ന കാര്യങ്ങളാണോ ഈ പറയുന്നത്? ടാബർനാക്കിളുമായി ബന്ധപ്പെട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഗഹനമായ കാര്യങ്ങളാണ്. വളരെ ഗഹനമായ കാര്യങ്ങളാണ് അവതരിപ്പിക്കാനുള്ളത്. ഇന്നലത്തെ മെസ്സേജിൽ ഞാൻ ആളുകളോട് പറയുകയും ചെയ്തു, ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നാളെയാ പറയുന്നതെന്ന്. ഇവിടെ പറയേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കേ അല്ല ഇത്. അതായത് പഴയ നിയമ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തില് ഒരു വ്യക്തി പോലും പൂർണ്ണ ശുദ്ധീകരണം പ്രാപിച്ചവരല്ല. അവരെല്ലാം ആടുകളുടെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവർ മാത്രമാണ്. അവർക്ക് വന്ന് നിൽക്കാവുന്ന ഇടം എന്ന് പറയുന്ന പ്രാകാരം വരെയാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് കടക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് പുരോഹിതന്മാർ കടന്നില്ലെന്ന് വെച്ചാൽ
അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് പുരോഹിതന്മാർ 24 മണിക്കൂറും കടന്നുപോയൊന്നുമില്ലല്ലോ. ഇസ്രായേലിലെ സാമാന്യ ജനത്തിന് വന്ന് നിൽക്കാവുന്നൊരു ഇടമുണ്ട്, പുരോഹിതന്മാർക്ക് നിൽക്കാവുന്നൊരു ഇടമുണ്ട്. മഹാപുരോഹിതനാണേലും കടന്നു വരാവുന്ന ആണ്ടിലൊരിക്കൽ മാത്രമാണ്. അങ്ങനെ ഒരു സാഹചര്യമല്ല പുതിയ നിയമത്തിൽ. അത് വിശദീകരിച്ചപ്പോഴാണ് ഇന്നലെ അവിടെ പറഞ്ഞത്, മഹാപുരോഹിതൻ ഇസ്രായേലിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുന്നൊരു പോക്കുണ്ട്. അങ്ങനെ കടന്നു പോകുന്നതിന് മുമ്പ് പലവിധമായ യാഗങ്ങളാണ് അവിടെ നടക്കുന്നത്. മഹാപുരോഹിതൻ തനിക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി എന്ന് വേണ്ട, ഇസ്രായേൽ ജനത്തിന് വേണ്ടി അങ്ങനെ പല 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 യാഗങ്ങൾ നടത്തിയിട്ട് അതിന്റെ ഒടുക്കം 2 ആടുകളെ കൊണ്ടുവരും. അങ്ങനെ ഒടുക്കം കൊണ്ടുവരുന്ന 2 ആടുകളിൽ ഒന്ന് അസാസേലിന് ചീട്ട് വീണ ആടെന്നുള്ള നിലയിലാണ് പരിഗണിക്കുന്നത്. മറ്റേ ആടിനെ അറുക്കും. അതിനെ അറുത്തിട്ട് അതിന്റെ രക്തവുമായിട്ട് മഹാപുരോഹിതൻ അകത്തേക്ക് പോകുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ അവിടെ ഒരു വിശദീകരണം ഞാൻ പറഞ്ഞത്, മഹാപുരോഹിതൻ നേരെ രക്തവുമായിട്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോവുകയല്ല, ആദ്യം ധൂപകലശത്തിൽ, അതായത് ആ സെൻസറിൽ ധൂപവർഗ്ഗങ്ങൾ ഇട്ടുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെന്ന് അവിടെ ധൂപം കൊണ്ട് നിറയ്ക്കും. അതിപരിശുദ്ധ സ്ഥലം ധൂപം കൊണ്ട് നിറയ്ക്കും. കൃപാസനത്തെ മൂടുമാറ് ധൂപം കൊണ്ട് നിറയ്ക്കും. അത് കഴിഞ്ഞ് അടുത്ത പടിയെന്നോണം രക്തം തളിക്കുകയാണ്. കൃപാസനത്തെങ്കിൽ രക്തം തളിച്ച് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പൊറുതി വരുത്തുകയാണ്. അറ്റോൺമെന്റ് ഡേയിൽ ആ രക്തം അവിടെ തളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി ഒരു മാധ്യസ്ഥമാണ്. ശരിക്കും അത് ഒരു മാധ്യസ്ഥമാണ്. ഇസ്രായേലിന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചുകൊണ്ട് ഒരു ക്ലീൻ സ്ലേറ്റ് എന്നുള്ള നിലയിൽ അവിടെ ഒരു ആരംഭം കുറിക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത്, അപ്പോൾ ആദ്യം ധൂപം നിറയ്ക്കണം, രണ്ടാമത് രക്തം തളിക്കും. അതിനൊക്കെ ആത്മീയ അർത്ഥങ്ങളാണ്, ആഴങ്ങളുണ്ട് അതിനൊക്കെ. അതൊന്നും അങ്ങനെ പൊതുവെ പ്രസംഗിക്കപ്പെടുന്നതോ കേൾക്കുന്നതോ ആയ കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ ക്രിസ്തുവിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കൂടാരത്തിന്റെ വളരെ ഡീപ്പായ പഠനത്തിലേക്ക് കഴിഞ്ഞ ആളുകളിൽ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചു വന്നപ്പോൾ ഇസ്രായേൽ മരുഭൂമി യാത്ര പൂർത്തീകരിച്ച് യോർദാൻ കടക്കുകയാണ്. യോർദാൻ കടന്ന് പ്രോമിസ്ഡ് ലാൻഡിലേക്ക് വരികയാണ്. അപ്പൊ ഈ പറയപ്പെടുന്ന സമയമായപ്പോഴത്തേക്കും മോശെ അവരുടെ നടുവിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞിരിക്കുന്നു, അഹ്റോൻ വേർപെട്ട് കഴിഞ്ഞിരിക്കുന്നു, യോശുവയാണ് അവരെ ലീഡ് ചെയ്യുന്നത്. അങ്ങനെ മുൻപോട്ട് കടന്നു വന്ന് അവര് ഗിൽഗാലിൽ പാളയമടിക്കുകയാണ്. ഗിൽഗാലിലാണ് കൂടാരം ആദ്യമായിട്ട് അവിടെ അടിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അവര് മുൻപോട്ട് പോകുന്നു, യെരിഹോവിനെ മറികടന്ന്, ഹായ് പട്ടണത്തെ മറികടന്ന്, അവിടെയൊക്കെ പല ഇൻസിഡൻസ് ഉണ്ട്. അങ്ങനെ മുൻപോട്ട് പോയി ഒടുക്കം നമ്മൾ കാണുന്നത് കൂടാരം ഷീലോവിൽ അടിക്കുന്നതാണ്. ഷീലോവിൽ അടിക്കുന്നു. ശരിക്കും കൂടാരത്തിന്റെ യാത്ര അവസാനിക്കുന്ന ഷീലോവിലാണ്. ഷീലോവിനെ കുറിച്ച് നമ്മൾ സമയമെടുത്ത് പഠിച്ചതാണ്. ഷീലോ എന്ന് പറയുന്ന ടെമ്പിൾ സിറ്റിയാണ്. അങ്ങനെ ആ ടെമ്പിൾ സിറ്റിയുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയാനിടയായി. അവിടെ വെച്ചാണ് പെട്ടകം പിടിക്കപ്പെട്ടത്. പെട്ടകം ഷീലോവിൽ ഇരിക്കുന്ന കാലത്താണ് ഫെലിസ്തീൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ പരാജയപ്പെടുത്തി പെട്ടകം പിടിച്ചോണ്ട് പോയത്. അനുബന്ധമായി സംഭവിച്ചൊക്കെ നമുക്കറിയാം. പിന്നീട് പെട്ടകമില്ലാത്ത, ദൈവസാന്നിധ്യമില്ലാത്ത ഒരു ചടങ്ങ് പരിപാടികളുമായിട്ടാണ് ഇസ്രായേൽ മുൻപോട്ട് പോയത്. കേവലം ചടങ്ങുകൾ മാത്രം. അതായത് ശരിയായ ശുശ്രൂഷ എവിടെയാണ് ആരംഭിക്കുന്നത്? ശുശ്രൂഷ യാഗപീഠത്തിലാണ് ആരംഭിക്കുന്നത്. ശുശ്രൂഷ അവസാനിക്കുന്നത് എവിടെയാ? അതിപരിശുദ്ധ സ്ഥലത്താണ് ശുശ്രൂഷ അവസാനിക്കേണ്ടത്. ദിവസേനയുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് യാഗപീഠത്തിൽ ആരംഭിച്ച് വിശുദ്ധ സ്ഥലത്ത് അവസാനിപ്പിക്കാം. പക്ഷെ അതിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് അറ്റോൺമെന്റ് ഡേയിലാണ്. അതിന്റെ പൂർത്തീകരണം പ്രായശ്ചിത്ത ദിനത്തിലാണ് പൂർത്തീകരണം. പ്രായശ്ചിത്ത ദിനത്തിലേക്ക് പോകാനായിട്ട് പെട്ടകമില്ല ഇസ്രായേലിന്റെ നടുവില്. പെട്ടകം ഇപ്പൊ പിടിക്കപ്പെട്ടു പോയി. പിന്നത്തേതിൽ പല ദിക്കുകളിലായിട്ട് സഞ്ചരിച്ച് ഒടുക്കം പെട്ടകം കടന്നു വരുന്നത് എങ്ങോട്ടാ? ജെറുസലേമിലേക്കാണ് പെട്ടകം കടന്നു വരുന്നത്. ഒടുക്കം പെട്ടകം എങ്ങോട്ടാ കൊണ്ടുവരുന്നത്? ശീലോവിലേക്കല്ല കൊണ്ടുവരുന്നത്. ഒടുക്കം പെട്ടകം കൊണ്ടുവരുന്നത് യെരുശലേമിലേക്കാണ്. അതായത് ബത്ലഹേമിൽ ഭൂജാതനായ ക്രിസ്തു ഒടുക്കം 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെടുകയാണ്. ബത്ലഹേമിൽ ഭൂജാതനായ ക്രിസ്തു പിന്നത്തേതിൽ തന്റെ ലൈഫ് എന്ന് പറയുന്നത് ഗലീലയിലാണ്. ഗലീലയിലും നസ്രയത്തിലും ഒക്കെ സഞ്ചരിച്ച്, അതുകൊണ്ട് അവനെ ഗലീലക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് അവനെ നസ്രായൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ആ യാത്ര പര്യവസാനിക്കുന്നത് എവിടെയാ? നസ്രയത്തിലല്ല. ആ യാത്ര പര്യവസാനിക്കുന്നത് ജെറുസലേമിലാണ്. താൻ എവിടെ ക്രൂശിക്കപ്പെട്ടോ അവിടെ അവൻ രാജാതിരാജാവും കർത്താവുമായി തന്റെ തേജസ്സിന്റെ സിംഹാസനം അവിടെ വയ്ക്കും. ഒരിക്കൽ പെട്ടകം പിടിക്കപ്പെട്ടു പോയെങ്കിൽ പിന്നത്തേതിൽ ആ പെട്ടകം അവിടെ മടങ്ങി വരികയാണ് യെരുശലേമിലേക്ക്. ചെറിയ കാര്യങ്ങളല്ല, വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. നസ്രായൻ ക്രൂശിക്കപ്പെട്ടെങ്കിലും കല്ലറകളിൽ അവനെ അടക്കുവാൻ ആർക്കും സാധ്യമല്ല. റോമൻ ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് അവൻ പുനരുദ്ധാനം ചെയ്തിരിക്കുന്നു. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു തേജസ്സിന്റെ സിംഹാസനവുമായി യെരുശലേമിലേക്ക് വരുന്നൊരു വരവുണ്ട്. അതിനുള്ള ദിവസം
സമാഗതമാകാൻ പോകുന്നു. ആ വരവിങ്കൽ തന്റെ കാന്ത എന്ന നിലയിൽ പറ്റിച്ചേർന്ന് ഒന്നായി തീർന്ന് അവനോടുകൂടെ ആ തേജസ്സിന്റെ സിംഹാസനത്തിലേക്ക് വരേണ്ടവരാണ് നാം ഓരോരുത്തരും. ഈ നേരം വരെ കേട്ട കാര്യങ്ങൾ ഭാര്യയെ തൃപ്തിപ്പെടുത്തിയും ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയും നാട്ടുകാരെ തൃപ്തിപ്പെടുത്തിയും പാസ്റ്ററെ തൃപ്തിപ്പെടുത്തിയും, പാസ്റ്റർ എന്ന് പറഞ്ഞാൽ കറക്ക് കമ്പനി പ്രസംഗമായിട്ട് നടക്കുന്ന പാസ്റ്റർമാരുടെയൊക്കെ മുമ്പിൽ ആളുകൾ തൃപ്തിപ്പെടുത്തി നല്ല പിള്ള ചമഞ്ഞൊക്കെ ഇങ്ങനെ പോയി ആയുസ് പാഴാക്കി കഴിഞ്ഞാൽ നീ ഒന്നും സിംഹാസനത്തിന്റെ പരിസരത്ത് പോലും വരില്ലെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു വ്യത്യസ്തമായ നിലയിലുള്ള സ്റ്റഡിയായി പോയി, അപ്രതീക്ഷിതമായി പോയി ഇന്നത്തെ നമ്മുടെ ചിന്തകളും ധ്യാനങ്ങളും. ഇതിലൂടെയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് സ്വർഗത്തിലെ ദൈവം ഇടപെട്ടിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ഷോർട്ട് മെസ്സേജ് പോലെ ചില കാര്യങ്ങൾ പറഞ്ഞു. അത് പബ്ലിക്കിന് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. പൊതുവായ പെന്തക്കോസ് ലോകത്ത് ആളുകൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ആ ഭാഗത്തൊക്കെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞത്. എന്നാൽ പിന്നീട് നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊന്നും ആളുകളുടെ കയ്യിൽ എങ്ങനെ എത്തിക്കുമെന്ന് എനിക്കറിയാൻ മേല. കാരണം ഈ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആളുകൾ പറയും വാലില്ല തലയില്ല എന്ന് പറയും. ഇതിനകത്ത് എവിടെയോ വാലും തലയൊന്നുമില്ല. ഇതിനൊരു ക്രമീകൃതമായ നിലയിലുള്ള ഒരു സ്റ്റഡിയൊന്നും അല്ല ഇപ്പൊ ഈ പറഞ്ഞത്. ഇത് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നയിച്ച വഴികളിലൂടെ അങ്ങ് പോയതാണ്. അടുക്കും ചിട്ടയും ഇല്ലാത്തൊരു സഞ്ചാരമായിരുന്നു. എന്നാൽ ഇതിനിടയിലെല്ലാം ദൈവത്തിന് നമ്മുടെ ഇടപെടേണ്ട മേഖലകളിൽ ദൈവം നമ്മോട് ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ അന്തരംഗത്തോട് ഇടപെട്ടിട്ടുണ്ട്. ഹൃദയങ്ങളെയും ചിന്തകളെയും നിലവുകളെയും ഉൾപ്പൂവുകളെയും ആരാഞ്ഞറിയുന്നവന്റെ മുമ്പാകെയാണ് നാം ആയിരിക്കുന്നത്. അവന്റെ മുമ്പിൽ സകലതും നഗ്നതും മലർന്നതുമായി കിടക്കുകയാണ്. എല്ലാം ഓപ്പണാണ്. അവിടെ ഓപ്പണാണ്, ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെല്ലാം അറിയുന്നവന്റെ മുമ്പാകെയാണ് നാം ആയിരിക്കുന്നത്. നമുക്ക് പ്രിയമുള്ളത് ഏതേതെല്ലാം കാര്യങ്ങളിലാണ്, എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് പ്രിയമുണ്ട്. ദൈവത്തിന്റെ ഹിതത്തിൽ നാം പ്രിയപ്പെടുന്നവരാണോ? ദൈവത്തിന്റെ ഹിതത്തിന് മുമ്പാകെ അതിന് പ്രിയപ്പെടുന്നവരാണോ നാം എന്നുള്ളത് അതൊക്കെ ചോദ്യങ്ങളായിട്ട് വരികയാണ്. വചനത്തിൽ രസിക്കുന്നവരാണോ? അതായത് ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ വേണ്ടിയുള്ള വെമ്പലുണ്ടോ? എന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന പ്രാർത്ഥന നമുക്കുണ്ടോ? എഫേസ്യ സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താ? വിളിയാനുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന്, വിശുദ്ധന്മാരിലെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നിങ്ങളുടെ കണ്ണ് ഇന്നലകളിൽ തുറന്നതാണ്. അതിലൂടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷയെന്ന് മനസ്സിലാക്കി. രക്ഷിക്കപ്പെട്ടവൻ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണമെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞോ? കാത്തിരുന്ന് ആത്മസ്നാനം പ്രാപിക്കണമെന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കി. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളോ? ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊന്നും പിന്നെ മനസ്സിലാകുന്നില്ല. അതിന്റെ കാരണം എന്നാ? കണ്ണ് വേണ്ട വിധത്തിൽ തുറന്നിട്ടില്ലെന്ന്. ഇന്നർ ഐസ് അതിന്റെ നിലയിൽ ഓപ്പൺ ആയിട്ടില്ല. അകക്കണ്ണുകൾ തുറക്കപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ അകക്കണ്ണുകൾ ഇനിയും തുറക്കണം. ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. വിളിയാലുള്ള ആശ. ആ വാക്യങ്ങളെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളൊന്ന് വായിച്ചേ പാസ്റ്ററെ. നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശയുന്നതെന്നും ശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനമില്ലതെന്നും അവന്റെ ബലത്തിന് വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഒരു ശുശ്രൂഷകന്റെ പ്രാർത്ഥന അത് കേട്ടുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുക. നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഇനിയും പ്രകാശിക്കണം. വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അല്ലേ? ഘനമേറിയ കാര്യങ്ങളാണ് വായിച്ചു കേട്ടത്. നിങ്ങൾ ഉയരത്തിലെ ശക്തി ധരിക്കണം. ആ ദൈവശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ പട്ടണത്തിൽ നിന്ന് വാങ്ങിപ്പോകരുത്, ഉയരത്തിലെ ശക്തി ധരിക്കുവോളം കാത്തിരിക്കാനല്ലേ പറഞ്ഞു. അതുപോലെ തന്നെ ഉയരത്തിലെ ശക്തി ധരിക്കണം നമ്മൾ. ആ ഉയരത്തിലെ ശക്തി ധരിച്ചെങ്കിൽ മാത്രമേ ലുസ്രയൊക്കെ മറികടക്കാൻ പറ്റൂ. ലുസ്രയിലെ കല്ലേറുകളെ മറികടക്കാൻ പറ്റൂ. അങ്ങനെ പലതിനെയും മറികടക്കണമെങ്കിൽ, ഓവർകം ചെയ്യണമെങ്കിൽ ഉയരത്തിലെ ശക്തി അനിവാര്യമാണ്. ഉയരത്തിലെ ശക്തി നമ്മുടെ ജീവിതത്തിൽ സ്വർഗം ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമാ അല്ലേ? നമ്മുടെ കണ്ണ് തുറന്ന് ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്നില്ലേ? മുൻപോട്ടുള്ള യാത്രയിൽ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന അതിന്റെ പാരമ്യത്തിലേക്ക് നമ്മെക്കുറിച്ച് എന്താണോ സ്വർഗം ആഗ്രഹിക്കുന്നത്
അതായത് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ നമ്മൾ വിശുദ്ധ മറിയെക്കുറിച്ച് പറഞ്ഞു. ഇന്നലത്തെ മെസ്സേജിൽ ഞാൻ മറിയെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. കേൾക്കണം നിങ്ങൾ. വിശുദ്ധ മറിയെ രംഗത്ത് കൊണ്ടുവന്ന ദിവസമാണ് ഇന്നലെ. അതായത് സ്ത്രീകളുടെ ഇടയിൽ ഒരു സ്ത്രീ രത്നം എന്നുള്ള നിലയിലല്ലേ നമ്മൾ കണ്ടത്. തന്റെ വായിൽ നിന്ന് എന്താ വന്നത്? അടിയനിതാ, നിന്റെ വാക്ക് എനിക്ക് ഭവിക്കട്ടെ എന്നാ പറഞ്ഞത്. നിന്റെ വാക്ക് എനിക്ക് ഭവിക്കട്ടെ. നമ്മെ രക്ഷിച്ച് ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ പ്രാർത്ഥിച്ച് അതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടല്ല. നിന്റെ വാക്ക് എനിക്ക് ഭവിക്കട്ടെ എന്നാണ്. നിന്റെ വാക്ക് ഇന്നിപ്പോ പൗലോസ് എന്താ പറഞ്ഞത്? വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയാൻ അകക്കണ്ണ് തുറക്കണം, ഉയരത്തിലെ ശക്തി പ്രാപിക്കണം, വിശുദ്ധന്മാരിൽ നമുക്കുള്ള മഹിമാതന ഇന്നതെന്നൊക്കെ തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു പടവും കൂടെ കാണിച്ചിട്ട് നമുക്ക് പിരിയാം. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒത്തിരി ഉയർത്തിയിട്ടുള്ളൊരു പടമാണിത്. ഇന്നലകളിൽ നമ്മൾ പാപികളും ദോഷികളും എന്ന നിലയിൽ ദൈവത്തോട് ശത്രുതയിൽ നടന്നൊരു കാലമുണ്ട്. വലുവനായ ദൈവത്തിന്റെ ആകർഷണ വലയത്തിൽ നമ്മൾ എത്തിപ്പെട്ടു. അങ്ങനെ നമ്മെ ആകർഷിച്ച് വലിച്ചടിപ്പിച്ച് ക്രൂശിങ്കിലേക്ക് കൊണ്ടുവന്ന ആ ഒരു കൊണ്ടുവരലാണിത്. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് പൊങ്ങിയ രോദനം എന്തായിരുന്നു? ദീനരോദനം. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് വിലാപസ്വരത്തിൽ നിന്ന് നമ്മെ അവിടെ നിന്ന് രക്ഷിച്ചു. തന്റെ പുത്രന്റെ രക്തത്താൽ നമ്മെ നീതീകരിച്ചു, നമ്മെ വെടിപ്പുള്ളവരാക്കി ശുദ്ധീകരിച്ചു. എന്നിട്ട് തനിക്ക് വേണ്ടി ഒരു മാനപാത്രമാക്കണമെന്ന് വിചാരിച്ചാണ് നമ്മെ കൊണ്ടുവന്നത്. പക്ഷേ തുടർന്നുള്ള ജീവിതം മുഴുവനും നോക്കിക്കഴിഞ്ഞാൽ നാം നമുക്ക് വേണ്ടി തന്നെ ജീവിച്ചു, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചു. ദൈവോദ്ദേശങ്ങൾ തിരിച്ചറിഞ്ഞില്ല. അതേസമയം വിശുദ്ധ മറിയ വേറിട്ട് നിൽക്കുന്ന എവിടെയാ? വ്യത്യസ്തയായി നിൽക്കുന്ന എവിടെയാ? താൻ തന്റെ ഇഷ്ടത്തിന് വേണ്ടി പോയില്ല. നിന്റെ വാക്ക് എനിക്ക് ഭവിക്കട്ടെ എന്നാ പറഞ്ഞ്, നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്നാ പറഞ്ഞത്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം, അതായത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അങ്ങനെ ഒരു വിശുദ്ധ പ്രജ നിന്റെ ഉദരത്തിൽ രൂപം കൊള്ളും, ഉരുവാകും എന്നാ പറഞ്ഞത്. ഓക്കെ, അതങ്ങനെ സംഭവിക്കട്ടെ. അത് സംഭവിച്ചു. അത് സംഭവിച്ചിട്ട് പിന്നത്തേതില് ആ ശിശുവുമായി യെരൂശലേം ദേവാലയത്തിൽ ചെന്നപ്പോ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. പേര് ശിമിയോൻ. വന്യ വയോധികനായ ശിമിയോൻ അവിടെ ഉണ്ടായിരുന്നു. ശിമിയോൻ എന്താ മറിയോട് പറഞ്ഞത്? നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കിടക്കുമെന്ന്. ഉടനെ മറിയ ശിമിയോന്റെ മുമ്പിൽ നെടുമ്പാട് വീണിട്ട്, എന്നോ 21 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചാലോ വാള് മാറാൻ എന്നൊന്നും മറിയ പറഞ്ഞില്ല. ഞാൻ നിങ്ങളുമാണ് എന്ത് പറഞ്ഞേനെ? ഡേറ്റ് ഉണ്ടോന്ന് ചോദിച്ചേനെ. ശിമിയോനെ, ഡേറ്റ് ഉണ്ടോന്ന്? ഒരു 3 ദിവസം പ്രാർത്ഥന വെക്കാൻ വീട്ടില്. ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നേക്കാം. ഫ്ലൈറ്റ് ടിക്കറ്റ്, നസ്രയത്തിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നേക്കാം. ശിമിയോനോട് അങ്ങനെയല്ലോ മറിയ പറഞ്ഞു. നമ്മളും മറിയൊക്കെ തമ്മിൽ രാത്രിയും പകലും തമ്മിലുള്ള അന്തരവാ. നമ്മൾ പറയുന്നത് മറിയയുടെ കൂടെ പോയി നമ്മൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒത്തിരി ഇരുന്നതാ. നമ്മളെന്താ പറയുന്നത്? ഞങ്ങൾ മറിയയുടെ കൂടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന. മറിയ എന്താ പറഞ്ഞത്? നിന്റെ വാക്ക് എനിക്ക് ഭവിക്കട്ടെ എന്നാ പറഞ്ഞത്. ഇവിടെ ഒന്നും മിണ്ടിയില്ല. അത് ദൈവഹിതമാണെങ്കിൽ അങ്ങനെ സംഭവിച്ചോട്ടെ. ഇവിടെ ഒരു ആശ്വാസമുള്ളത് എന്താ? അതിനൊക്കെ മുമ്പ് താനൊരു വന്ദനസ്വരം കേട്ടിരുന്നു. കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനെന്നാ പറഞ്ഞത്. മറിയയ്ക്ക് കൃപ ലഭിച്ചിരിക്കുകയാണ്. അതായത് ഈ വിശുദ്ധ പ്രജയെ ഗർഭത്തിൽ ചുമക്കാൻ മാത്രമുള്ള കൃപയല്ല, തുടർന്നുള്ള നിന്ദകൾ വഹിക്കാനുള്ള കൃപയും ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ. ആ പാക്കേജിന്റെ ഭാഗമാണത്. അത് കഴിഞ്ഞ് ഒടുക്കം ആ വാള് കടന്നു പോകും. അതിനെയും മറികടക്കാനുള്ള കൃപ തന്റെ മേൽ പകർന്നിട്ടുണ്ട്. വെളിപ്പാടുകളാണത്. ഗൗരവമായ കാര്യമാണ്. സത്യക്രിസ്ത്യാനിത്വത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുമ്പോൾ, അതായത് ഈ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്നുള്ളത് മാത്രമല്ലെന്നേ, നാം ക്രിസ്തുവിനെ ഹൃദയത്തിൽ വഹിക്കുകയാണ്. അവൻ നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകുകയാണ്. മറിയുടെ ഗർഭത്തിൽ വന്നതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകുകയല്ലേ. തുടർന്നുള്ള ജീവിതത്തിൽ നിശ്ചയമായും നിന്ന അപമാനമുണ്ട്. കാരണം ഈ ഹോളി തിങ്, ഈ വിശുദ്ധ പ്രജ നമ്മുടെ ഉള്ളിൽ വന്നു. ഹോളി തിങ് ആണ് വന്നിരിക്കുന്നത്. ആ കാരണത്താൽ ലോകം നമ്മെ പകയ്ക്കും. ആ കാരണത്താൽ ലോകം നമ്മെ നിന്ദിക്കും, വെടക്കം നേടും. ക്രിസ്തു ഉരുവായില്ലെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമില്ല. നാം ലോകത്തിന്റെ ചങ്ങാതികളല്ലായിരുന്നോ? ക്രിസ്തു ഉള്ളിൽ ഉരുവായി എന്ന കാരണത്താൽ നാം ലോകത്ത്, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉരുവായി എന്ന കാരണത്താൽ ലോകത്തിന് നമ്മള് ഇപ്പൊ ശ്രേഷ്ഠരല്ല. ലോകം നമ്മെ മാനിക്കില്ല. അവ ആളുകളെയൊക്കെ മാനിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് ആരുടെ കാര്യം എനിക്കറിയില്ല. യഥാർത്ഥ ഭക്തന്മാരെയൊന്നും ആരും മാനിക്കാനൊന്നും പോകുന്നില്ല. അവർക്ക് തേജസ്സും മാനവും പുകഴ്ചയും ലഭിക്കുന്നത് കർത്താവിന്റെ വരവെങ്കിലാണ്.
അല്ലാതെ അവർക്ക് ഇവിടെ വേറെ പൂഴ്ചയൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കണം. അപ്പോ ക്രിസ്തു നിമിത്തമുള്ള നിന്ദകളാകട്ടെ, കൊടുങ്കാറ്റുകളാകട്ടെ, അലമാലകളാകട്ടെ, തിരമാലകളാകട്ടെ, ഇതിനെയെല്ലാം മറികടക്കാനുള്ള കൃപ നമ്മുടെ മേൽ പകർന്നിട്ടുണ്ടെന്നേ. ആ കൃപ ഏറിയ കൃപയാണ് പകർന്നിരിക്കുന്നത്. കൃപയെ അഗണ്യമാക്കാതെ പോകേണ്ടവരാണ് നാം. ഏറിയ കൃപ നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. ഈ കൃപയെ അഗണ്യമാക്കാതെ പോകേണ്ടവരാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ വാക്കുകളെ ചുരുക്കിയാണ്. നമുക്ക് ഈ കൃപയിൽ ജാഗരിക്കാം. രക്ഷാകരമായ ദൈവകൃപ നമ്മുടെ മേൽ ഉദിച്ചു. ഇപ്പൊ കാണിച്ച പിക്ചറൊക്കെ ഓർക്കണം. ഒരിക്കൽ ക്രൂശിന്റെ മുമ്പാകെ നമ്മൾ മുഴങ്കാൽ മടക്കിയവരാണ്. ഇന്നെന്ന പോലെ ഒന്ന് ഓർക്കണം. അത് നമ്മെ രക്ഷിച്ച വിധങ്ങളും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ഫയലിൽ ഉറങ്ങിയ പലതും നമ്മൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയോ നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കുകയോ ആ വഴിയിലേക്ക് പോലും വരുന്നില്ല. നമ്മൾ നമ്മുടേതായ വഴികളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കടിഞ്ഞാൺ നമ്മുടെ കയ്യിൽ തന്നെയാണ്. കടിഞ്ഞാൺ, കൺട്രോൾ നമ്മുടെ കയ്യിലാണെന്ന്. കർത്തൃത്വം എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. ലോഡ്ഷിപ്പ് നമ്മൾ അങ്ങനെ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. കർത്തൃത്വം അങ്ങനെ വിട്ടുകൊടുത്തിട്ടില്ല. നാം തന്നെയാണ് എല്ലാത്തിലും കർത്തൃത്വമൊക്കെ നടത്തുന്നത്. പിന്നെ എങ്ങനെ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കും? പിന്നെ എങ്ങനെ ഓവർകമേഴ്സ് എന്നുള്ള നിലയിൽ എങ്ങനെ സിംഹാസനത്തിൽ വരും? വലിയ ചോദ്യങ്ങളാണ്. വർഷാവസാനത്തേക്ക് വന്നപ്പോൾ ഈ വലിയ ക്വസ്റ്റ്യൻ മാർക്കുകളൊക്കെ നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെക്കുകയാണ്. ഇടയ്ക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു നമ്മൾ. എവിടെ തിമത്തിയോസ്, എവിടെ തീത്തോസ്, എവിടെ ഫേബ, എവിടെ പെർസീസ് എന്നൊക്കെ ചോദിച്ചിരുന്നു. ആ ചോദ്യത്തോടൊക്കെ റെസ്പോണ്ട് ചെയ്യേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് ഈ കേൾക്കപ്പെട്ട വചനം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരുമിച്ച് കൂടിയ നിമിഷങ്ങൾ അത് ഉയർന്നൊരു ആത്മീയ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.